வேலடா கேட்ட மன்னா இளமையிலே இடாலிங்க. ഇന്ന് ചിങ്ങമാസം 1-ാം തീയതി. ഇന്ന് കൃത്യം 5 മണിക്ക് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ ഒരു ചടങ്ങ് നടക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർമ്മിച്ച് നടപ്പിലാക്കുന്ന അദാനി കമ്പനിയുമായി കേരള സർക്കാർ കരാർ ഒപ്പുവയ്ക്കുന്ന ചടങ്ങ്. മത്സ്യത്തൊഴിലാളികളുടെ ഗൗരവമേറിയ ആശങ്കകൾ നിഷേധാത്മകമായ സമീപനത്തോടുകൂടി സർക്കാർ നോക്കിക്കാണുന്നത് മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിക്കുന്നതിൻ്റെ ചടങ്ങാണ് ഇവിടെ നടക്കുക. നാം ആർക്കും എതിരല്ല, ഒന്നിനുമെതിരല്ല. അതേസമയം നമുക്ക് ജീവിക്കുവാനുള്ള അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ ബോധപൂർവം തീരദേശത്തെ 10,000-കണക്കിന് മത്സ്യത്തൊഴിലാളികളെയും അവരുടെ ജീവിത ചുറ്റുപാടുകളുടെയും മേൽ വെല്ലുവിളി ഉയർത്തുമ്പോൾ മൗനമായിരിക്കുക സഭയുടെ പ്രവാചക ധർമ്മത്തിന് ചേർന്നതല്ല. നാളിതുവരെ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകളെ സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ ഈ പ്രാദേശിക സഭ എപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്നു. ന്യായമായ ഗൗരവമേറിയ നമ്മുടെ ആശങ്കകളെ, മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകളെ അത് സർക്കാർ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്ന്
ഈ സന്ദർഭത്തിലും ഉറക്കെ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ സമ്മേളനം. വിഴിഞ്ഞം വാണിജ്യ തുറമുഖ പദ്ധതി വസ്തുതകളും മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകളും അതൊരു സംസ്ഥാനതല കൺവെൻഷനായിട്ടാണ് നാം വിഭാവന ചെയ്തത്. നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി എപ്പോഴും ഒറ്റയാനെ പോലെ പ്രഘോഷിക്കുന്നവനാണ് ഒരു പ്രവാചകൻ. ഈ ഭാവമാണ് വിശ്വാസ സമൂഹത്തെ, സഭാ സമൂഹത്തെ നിലനിർത്തുന്നത്. അത് കൈമോശം വന്നിട്ടില്ല എന്ന് കേരള സമൂഹത്തിൽ പ്രഖ്യാപിക്കുന്നതിൻ്റെ പ്രതീകമാണ് നമ്മുടെ അതിരൂപത അധ്യക്ഷൻ. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ അഭിമന്യ പിതാവിന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഞാൻ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. കേരളത്തിലെ 12 ലത്തീൻ രൂപതകളെയും സംയോജിപ്പിക്കുന്ന KRLCC സംവിധാനത്തിൻ്റെ അതിൻ്റെ ആത്മായ വൈസ് പ്രസിഡൻ്റാണ് ബഹുമാനപ്പെട്ട ഷാജി ജോർജ്. അദ്ദേഹമാണ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരർത്ഥത്തിൽ വളരെ ജാഗ്രതയോടുകൂടി വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ആരംഭം മുതൽ ഒരു പണ്ഡിതൻ്റെ, ഒരു ഗവേഷകൻ്റെ സൂക്ഷ്മതയോടുകൂടി ഈ വിഷയങ്ങൾ പഠിച്ച തിരുവനന്തപുരം രൂപതയിലെ, ഒരുപക്ഷെ മറ്റ് സെക്കുലർ തലങ്ങളിൽ വെച്ച് നോക്കിയാലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി മോൺസിഞ്ഞോർ യൂജിൻ എച്ച് പെരേരയാണ്. ഒരർത്ഥത്തിൽ ഈ സഭയുടെ സജീവത നിലനിർത്തുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി ജനറൽ മോൺസിഞ്ഞോർ യൂജിൻ എച്ച് പെരേരയെ ഈ സമ്മേളനത്തിലേക്ക് എല്ലാവരുടെയും നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വിഷയ അവതരണം നടത്തുന്നത് നമ്മുടെ തന്നെ മത്സ്യഗ്രാമത്തിൽ നിന്നുള്ള ബഹുമാന്യനായ ടിറ്റോ ഡിക്രൂസ് ആണ്. ഈ അർത്ഥസമ്പുഷ്ടമായ സംസ്ഥാനതല കൺവെൻഷൻ വിഴിഞ്ഞം വാണിജ്യ തുറമുഖ പദ്ധതിയുടെ പശ്ചാത്തലത്തിലുള്ള വസ്തുതകളും മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകളും കൂടുതൽ മനസ്സിലാക്കി ശരിയായ കാര്യങ്ങൾ കൂടുതൽ പേരിലെത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹാർദവുമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. 2011 മുതൽ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഭാഗമായി എക്സ്പേർട്ട് കമ്മിറ്റി ഈ വിഷയത്തിൽ നിതാന്ത ജാഗ്രതയോടുകൂടി അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. 2011 ഈ എക്സ്പേർട്ട് കമ്മിറ്റി പറഞ്ഞത് എങ്ങനെയാണ്? ഇത് വളരെ ഉയർന്ന തീര നഷ്ടപ്പെടൽ, ഹൈ എറോഷൻ ഏരിയ, വളരെയേറെ തീരനഷ്ടം സംഭവിക്കുന്ന ഒരു മേഖലയാണ്. തുടർന്ന് വന്ന പല സമ്മേളനങ്ങളിലും ഈ എക്സ്പേർട്ട് കമ്മിറ്റി സൂചിപ്പിച്ചൊരു കാര്യം ഇതാണ്: ഈ മേഖലയിൽ തീരനഷ്ടം വളരെ വ്യാപകമാണ്. അതുപോലെ തന്നെ 3 കാര്യങ്ങൾ ഈ എക്സ്പേർട്ട് കമ്മിറ്റി ആവർത്തിച്ച് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് പറഞ്ഞതാണ്, ഇത് വളരെ ഡെൻസിലി പോപ്പുലേറ്റഡ്, വളരെ സാന്ദ്രതയുള്ള മത്സ്യത്തൊഴിലാളികൾ വസിക്കുന്ന പ്രദേശമാണ്. രണ്ടാമത് പറഞ്ഞത്, ഈ പോർട്ട് നിലവിൽ വന്നാൽ നിലവിലുള്ള ഫിഷിംഗ് ഹാർബർ അത് പ്രവർത്തനരഹിതമായി തീരാൻ സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് പറഞ്ഞത്, ഈ പോർട്ട്, ഈ മേഖല വളരെ ഏറെ തീര ശോഷണം സംഭവിക്കാൻ സാധിക്കുന്ന മേഖലയാണ്. ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ പഠനവുമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലൊക്കെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞത്, ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിക്കണം. നമുക്കറിയാം, 2013 മെയ് മാസത്തിൽ വിഴിഞ്ഞം പോർട്ട് കമ്പനി ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് ജൂൺ മാസം 29-ാം തീയതി പബ്ലിക് ഹിയറിംഗ് വച്ചിരുന്നു. ഈ ഒരു മാസത്തിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ വിശദമായി പഠിച്ച് വീണ്ടും നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. 2014 ഈ പോർട്ട് സംബന്ധിച്ച കേന്ദ്ര വിദഗ്ധ സമിതി പരിശോധിച്ചപ്പോൾ ആവശ്യപ്പെട്ട ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ റിപ്പോർട്ടിൽ 4.7.3 എന്ന അക്കത്തിൽ ഈ തീരശോഷണത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് 1970 വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖം യാഥാർത്ഥ്യമായതോടുകൂടി പൂന്തറ പോലുള്ള പ്രദേശത്ത് തീരനഷ്ടമുണ്ടായിരിക്കുകയാണ്. 200 മീറ്ററിലധികം തീരനഷ്ടമുണ്ടായിരിക്കുകയാണ്. എന്നാൽ അന്തിമ റിപ്പോർട്ട് ഈ വിഴിഞ്ഞം കമ്പനി
സമർപ്പിച്ചപ്പോൾ ഈ ഭാഗം എടുത്തു മാറ്റിയിരിക്കുന്നതാണ് കാണുന്നത്. എന്നിട്ട് ഈ എക്സ്പേർട്ട് കമ്മിറ്റി വളരെ ശ്രദ്ധയോടുകൂടി പറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഭാഗം എടുത്തു മാറ്റിയത്. ഈ വിഷയം സംബന്ധിച്ച ഇത്രയും നാളുകളിൽ നമ്മുടെ അധികാരികളുടെയൊക്കെ മുമ്പിൽ തീരെ ശോഷണം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാൻ അധികാരികൾ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ ബന്ധം സമ്മതമായില്ല. ഏഷ്യാനെറ്റിൻ്റെ ടെലിവിഷൻ ചാനലിൽ പങ്കെടുക്കുമ്പോൾ ഈ പോർട്ടിൻ്റെ വിദഗ്ധനായ കേന്ദ്രത്തിൽ പോർട്ട് സെക്രട്ടറി ആയിരുന്ന ബഹുമാന്യനായ മോഹൻദാസ് അദ്ദേഹം ആ ചാനലിൽ ഈ സത്യം തുറന്നു പറഞ്ഞു. അദ്ദേഹം ചെന്നൈയിലുള്ള പോർട്ടിൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, ഇത്തരം കടലിൽ കല്ലിട്ട് പോർട്ടുകൾ നിർമ്മിക്കുമ്പോൾ ഒരു ഭാഗത്ത് കര നഷ്ടപ്പെടും, മറുഭാഗത്ത് കര വയ്ക്കുകയും ചെയ്യും. നമുക്കറിയാം വല്ലാർപാട് മുതൽ തേങ്ങാപ്പട്ടണം വരെയുള്ള ഓരോ പോർട്ടുകളും എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ മുതലപ്പുഴയുടെ ഭാഗമായി താഴമ്പള്ളി, പൂത്തുറ, മാമ്പള്ളി പ്രദേശത്ത് ധാരാളം ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ടു. പൂന്തുറയിൽ ധാരാളം ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ടു. എന്നാൽ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഈ സത്യം, ഈ നഗ്നമായ സത്യം, പകൽ പോലെ വെളിച്ചമുള്ള ഈ സത്യം ഇനിയും ഉൾക്കൊള്ളാൻ സന്നദ്ധത കാണിച്ചിട്ടുള്ളതാണ് എന്നാണ് എനിക്കിവിടെ പറയേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം വല്ലാർപാടത്ത് ഈ കണ്ടെയ്നർ ടെർമിനൽ നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ഈ രാജ്യത്തിൻ്റെയും ഈ സംസ്ഥാനത്തിൻ്റെയും ഒക്കെ സ്വപ്നങ്ങൾ ഉയരുമെന്ന് പറഞ്ഞു. നമുക്കറിയാം ഇന്ന് കോടിക്കണക്കിന് രൂപ വർഷം പ്രതി നഷ്ടത്തിലാണ്. അതുപോലെ മൂലമ്പള്ളിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളുടെ സ്ഥിതിയും നമുക്കറിയാം. വല്ലാർപാടത്തെ ആ ദുരന്ത അവസ്ഥ നമ്മുടെ മേഖലയിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ നിതാന്ത ജാഗ്രത ഉള്ളവരായിരിക്കണം. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കടലിൽ കല്ലിടുന്ന സംഭവം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. കടലിൽ കല്ലിട്ടാൽ ആ കല്ലെടുത്ത് മാറ്റാൻ സാധ്യമല്ല. ശ്രീമാൻ അദാനി അദ്ദേഹം ഇന്ന് ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് ഒപ്പുവയ്ക്കുകയാണ്. ഒരു 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞ് അദ്ദേഹത്തിന് ഈ പോർട്ട് ലാഭകരമല്ല എന്ന് കണ്ടാൽ തിരിച്ചു പോകാൻ സാധിക്കും. പക്ഷേ ഈ കടലിലിട്ട കല്ല്, ഈ വാർഫുകൾ, പുലിമുട്ടുകൾ എന്നും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കുന്ന ആഘാതമായി മാറും. അതുപോലെ തന്നെ ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കപ്പൽ ചാനലിലൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 597 തൊഴിലാളികളെ മാത്രം ബാധിക്കുമെന്നാണ്. 350 ചിപ്പി തൊഴിലാളികളെയും മറ്റ് 75 കമ്പവല തൊഴിലാളികളെയും. ഈ റിപ്പോർട്ടിൽ വളരെ വിശദമായി പകൽ പോയ വെളിച്ചം പോലെ പറയുന്ന കാര്യം ഇതാണ്. അടിമലത്തുറ മുതൽ പൂവാർ വരെയുള്ള ഈ കപ്പൽ ചാനലിലൂടെ ഒരു സന്ദർഭത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോലും പോകാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമുണ്ടാകും. നമ്മൾ ഉയർത്തുന്ന മറ്റൊരു കാര്യം, ഈ ഡ്രഡ്ജിങ്ങിൻ്റെയും കപ്പൽ ഗതാഗതത്തിൻ്റെയും ഭാഗമായി ഇവിടെ മത്സ്യവിഭവത്തിൻ്റെ ശോഷണമുണ്ടാകും. മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ തന്നെ വറുതിയിലായിരിക്കുന്ന സാഹചര്യമാണ്. ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവനും നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ മേഖലയിൽ വളർന്നു വരുന്ന ഇത്തരം തിന്മകൾക്കെതിരെ, നിഷേധാത്മക സമീപനത്തിനെതിരെ ഒറ്റക്കെട്ടായി പൊരുതുവാൻ നമുക്ക് സാധിക്കണം എന്ന് ആശിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖത്തെക്കുറിച്ചുള്ള നമ്മുടെ നിലപാട് നേരത്തെയും വ്യക്തമായിരുന്നു, ഇപ്പോഴും വളരെ വ്യക്തമാണ്. കൂടാതെ വികസന പ്രവർത്തനങ്ങളെ എപ്പോഴും സ്വാഗതം ചെയ്യുകയും അതുമായി അങ്ങേയറ്റം സഹകരിക്കുകയും അതിനുവേണ്ടി ഏത് ത്യാഗവും സഹിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യവും ചരിത്രവുമാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം അതിരൂപതയ്ക്കുള്ളത്. വിഴിഞ്ഞം പദ്ധതിയെ ആവിഷ്കരിച്ച് അവതരിപ്പിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ഉത്തരവാദിത്വപ്പെട്ടവരുമായിട്ട് ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരുന്നത്. ചിലരൊക്കെ പറയുന്നത് അവസാനത്തെ ഘട്ടത്തിലാണ് നിങ്ങൾ കണ്ണു തുറന്നതില്ല. ആരംഭം മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇരുന്നു. ആദ്യം ഞങ്ങളിൽ ആശയക്കുഴപ്പങ്ങളുണ്ടായത്
പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പരിസ്ഥിതിയെ സാരമായിട്ട് ബാധിക്കുമെന്നൊരു കൂട്ടർ, അല്ല അല്പസ്വല്പം ബാധിക്കുമെങ്കിൽ അതിജീവിക്കാനുള്ളത് മറ്റൊരു കൂട്ടർ. ഈ പശ്ചാത്തലത്തിൽ ഇപ്രകാരം ഒരു തുറമുഖം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള നിലപാടെടുക്കേണ്ടി വന്നു. ഞാൻ തന്നെ ഇടയലേഖനങ്ങൾ, വിജ്ഞാപനങ്ങൾ പോലെ എഴുതി അറിയിച്ചിട്ടുണ്ട്. പല വേദികളിലും, വൈദികരുടെ വേദികളിലും അൽമായുടെ വേദികളിലും പലവട്ടം ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇത് ഞാൻ ഒറ്റയ്ക്കെടുക്കുന്ന ഒരു തീരുമാനങ്ങളല്ല. അതിനേക്കാളും കൂടുതൽ ഈ രംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള കാര്യങ്ങൾ അറിവുള്ള വ്യക്തികൾ ഈ രൂപതയിലുണ്ട്. അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ഒരു തീരുമാനമെടുക്കാൻ എന്നുള്ള രീതിയിലൂടെ എല്ലാ ഘട്ടങ്ങളിലും സാധിക്കുന്ന രീതിയിലെല്ലാം ഓരോരുത്തരുടെ വീട്ടിലും ചെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ, ബന്ധപ്പെട്ടവരുമായിട്ട് ഇത് ആലോചിച്ചിട്ടുണ്ട്. പോർട്ട് വരുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് നമ്മളെയൊക്കെ ഇത് ബാധിക്കാൻ പോകുന്നത് നമുക്ക് വ്യക്തമായിട്ടുള്ള അറിവുണ്ടാകണം. ആ പഠനങ്ങളിലേക്കാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അവസാനം ഈ പഠനം പ്രധാനമായും ഇവിടെ പലവട്ടം നമ്മൾ കേട്ടതുപോലെ ഇനിയും കേൾക്കാൻ പോകുന്നത് പോലെ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നത്. ഒന്നാമതായിട്ട്, സ്വപ്ന പദ്ധതിയായ വാണിജ്യ തുറമുഖം വിഴിഞ്ഞത്ത് നിലവിൽ വരുമ്പോൾ ഉണ്ടാകുമെന്ന് കരുതുന്ന വൻതോതിലുള്ള ആ തൊഴിൽ സാധ്യത ഒരു യാഥാർത്ഥ്യവുമായിട്ട് നിരക്കുന്നതല്ല. 10,000-കണക്കിന്, ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ച്, നമ്മുടെ ജനങ്ങൾ ഇനി എന്തിനാ കഷ്ടപ്പെട്ട് ഈ പണിയൊക്കെ എടുക്കുന്നത്? അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സിംഗപ്പൂരിനെ പോലെയോ കൊളംബോയെ പോലെയോ ദുബായിയെ പോലെയൊക്കെ എല്ലാം നിലവാരം പുലർത്തുന്ന ഒരു തുറമുഖം വരുവാണെങ്കിൽ അതുപോലെ നമ്മുടെ ജനങ്ങൾ കളന്ന് വികസിക്കും എന്നുള്ള ആ സ്വപ്ന പദ്ധതിയാണ്, സ്വപ്നമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ പ്രഗത്ഭന്മാരുമായിട്ടൊക്കെ ആലോചിച്ചപ്പോഴേക്കാണ് ഈ ദിവസം മനസ്സിലായത്, ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 650ഓളം പേരിൽ തുടങ്ങി. പിന്നെ ഒരു അവസാനം എത്തുമ്പോൾ 2,000-2,500 ആളുകൾക്ക് ജോലിക്ക് എത്തുന്ന ഒരു സാധ്യതയെ അവിടെ അവർ കാണുന്നുള്ളൂ. ഇതിന് മത്സ്യത്തൊഴിലാളികൾ കൊടുക്കുന്ന വിലയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവരെഴുതി പ്രസിദ്ധീകരിച്ച് അവരുടെ പദ്ധതിക്കകത്ത് തന്നെ പറയുന്നു 50,000 മത്സ്യത്തൊഴിലാളികളെയെങ്കിലും ഇത് നേരിട്ടോ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ബാധിക്കുന്ന ഒരു പദ്ധതിയാണെന്ന് കാണാനായിട്ട് സാധിച്ചു. അപ്പം ആദ്യം ഞങ്ങളുടെ ശ്രദ്ധ പോയത് നമ്മൾ വിചാരിക്കുന്നത് പോലെ സ്വപ്ന പദ്ധതിയല്ല, കുറേ പേർക്ക് വേണ്ടി വളരെയേറെ ഉപജീവന മാർഗം അടച്ചുകൊണ്ട് തന്നെ വളരെ പേരെ ബാധിക്കുന്ന ഒരു പദ്ധതിയാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. രണ്ടാമതായിട്ട്, കടലിൽ 4 മീറ്ററോളം പുലിമുട്ട് നിർമ്മിക്കുകയും 180 ഏക്കർ കടൽ നികത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് അനുഭവങ്ങളുണ്ട്. നമുക്ക് ഈ മുതലപ്പൊഴി അനുഭവമുണ്ട്, പൂന്തറയിലേക്ക് പുലിമുട്ടിട്ട അനുഭവമുണ്ട്. നമ്മുടെയൊക്കെ വീടുകളും കരയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ മുമ്പിൽ കണ്ണടച്ച് കളയാൻ സാധിക്കില്ല. 180 ഏക്കറോളം കടൽ നികത്തുമ്പോൾ തീർച്ചയായിട്ടും ഭീമമായ കരയും പാർപ്പിടങ്ങളും നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഏത് ശാസ്ത്രജ്ഞന്മാർ എന്ത് പറഞ്ഞാലും, നേരത്തെയും ശാസ്ത്രജ്ഞന്മാർ ഇത് തന്നെ പറയുന്നു, ഒന്നും പറ്റില്ല. അവസാനം പറ്റിക്കഴിയുന്നപ്പോൾ അന്വേഷിക്കാൻ ആരുമില്ല. ആ ഒരു സാഹചര്യം അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നു. മൂന്നാമതായിട്ട്, കപ്പൽ ഗതാഗതത്തിൻ്റെ ഭാഗമായി അടിമലത്തുറ മുതൽ പൊഴിയൂർ വരെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50,000 ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ തൊഴിലിനെ പരോക്ഷമായോ നേരിട്ടോ ബാധിക്കുന്ന ആ ഒരു തൊഴിൽ അവസരം തൊഴിൽ തടസ്സമുണ്ടാകുകയും തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമാകുമെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. പിന്നെ ട്രഡ്ജിങ്ങിൻ്റെ ഫലമായി കപ്പലിലെ മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെയും മത്സ്യബന്ധനത്തിന് ഗണ്യമായിട്ടുള്ള കുറവുകളുണ്ടാകും. കപ്പൽ ഗതാഗതത്തിൻ്റെ ഫലമായി അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് സംബന്ധമായിട്ട്. പക്ഷേ 5 ആ കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ച് ഈ 5 കാര്യങ്ങളും തുടർച്ചയായിട്ട് സാധ്യമായ പരിഹാരത്തിന് വേണ്ടി ഉത്തരവാദിത്വപ്പെട്ടവരുടെ മുമ്പേ
ആരംഭം മുതൽ ഇത് ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം ഇതെല്ലാം തെറ്റെന്നവർ പറയുന്നില്ല. ശാസ്ത്രീയമായിട്ട് ചില വിശദീകരണങ്ങളൊക്കെ തരാൻ, പക്ഷെ ഞങ്ങൾ അനുഭവത്തിൻ്റെ വിളിച്ചു നോക്കിയപ്പോഴേ ഇല്ല, അതിന് പരിഹാരമില്ല എന്ന് പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കാമെന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനത്തെ നിമിഷമെങ്കിലും അവർ പരിഹാരമുണ്ടാക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ കടന്നുപോയത്. ഇതൊക്കെയെല്ലാം ചുമ്മാ ഞങ്ങൾ നോക്കാം, പിടിക്കാം എന്നൊക്കെ വാക്കുകളുണ്ട് പറഞ്ഞാൽ പോരാ. നിങ്ങൾ പദ്ധതിയിൽ രേഖാമൂലം ഉൾപ്പെടുത്ത്. എന്നിട്ട് ഇങ്ങനെയൊക്കെയെല്ലാം അപകടങ്ങൾ, ഈ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന അവസരങ്ങളിൽ ഏതൊക്കെ പരിഹാര മാർഗങ്ങൾ അവലംബിക്കുമെന്ന് ഉത്തരവ് ഇറക്കുക. നിങ്ങൾ ഇപ്പോഴും തന്നെ ഇന്ന് കരാർ ഒപ്പുവയ്ക്കാൻ പോകുന്നു, അദാനിയുമായിട്ട് ഇന്ന് കരാർ ഒപ്പുവയ്ക്കാൻ പോകുന്നു. ചിങ്ങമാസം 1-ാം തീയതി കരാർ ഒപ്പുവയ്ക്കുന്ന ദിവസമാണ്. 1-ാം തീയതി, നവംബർ 1-ാം തീയതി ആകുമ്പോൾ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്യും. പക്ഷേ മത്സ്യത്തൊഴിലാളിയുടെ അവസ്ഥ എന്ത്? നമ്മൾ ഇതുവരെ പഠിച്ചതിനും നമ്മൾ പ്രകടിപ്പിച്ച ആശങ്കകൾക്കും ആവശ്യങ്ങൾക്കും ഒന്നും അല്ലെങ്കിൽ അതേ അല്ലോ ഇല്ല എന്നെങ്കിലും പറയാം. ഞങ്ങൾ ഇന്ന കാരണങ്ങൾക്ക് സാധിക്കില്ല. ഇവന്മാരല്ലേ പറയുന്നത്, ഇവന്മാർക്ക് വല്ല ബോധവും ഉണ്ടോന്നുള്ള രീതിയിൽ ഇവരെയൊക്കെ എല്ലാം കയ്യിലെടുത്ത് കൈകാര്യം ചെയ്യാൻ ഒരു പ്രശ്നമൊന്നുമില്ല. ഇവരൊക്കെ 2-3 പ്രാവശ്യം കയ്യും കാലും ഇട്ടടിക്കും, അത് കഴിഞ്ഞിട്ട് ഇവർ വാലും പൊക്കിക്കൊണ്ട് പോകും. ഈ രീതിയിലുള്ളൊരു സമീപനമാണ് സഹിക്കാൻ വയ്യാത്തൊരു പരിപാടിയാണ്. അളമുട്ടിച്ചു വച്ചിരിക്കുകയാണ് അവർ. ഒന്നും ചെയ്യാനായിട്ട് നമ്മളെ ഇങ്ങനെ ഒരു സമര പരിപാടികളിലേക്ക് കടന്നു വരുവാനായിട്ട്, ഇപ്രകാരമുള്ള പ്രതിഷേധ സമരങ്ങൾ ആസൂത്രണം ചെയ്യുവാനായിട്ട് അവരുടെ ആ മനോഭാവം കാരണം നമ്മൾ നിർബന്ധിതരായിട്ട് തിരുന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ് ഈ ജനങ്ങളെ ഒന്നുകിൽ ഈ ജനങ്ങൾ ഈ പദ്ധതിയിലൂടെ വളർന്ന് വികസിക്കും, അതിലൂടെ അല്ലെങ്കിൽ ഇവർ നശിച്ച് തരിപ്പണമാകും. നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മുഖ്യമന്ത്രിയുമായിട്ടുള്ള ആ സംഭാഷണം കഴിഞ്ഞ് അവരെല്ലാം ഈ എൻ്റെ പക്കൽ വരുന്നതിന് മുമ്പ് തന്നെ ന്യൂസ് ഫ്ലാഷ് ചെയ്യാൻ തുടങ്ങി. തീർന്നു, ഇവർ പിൻവലിച്ചിരിക്കുന്നു എന്ന്. ഒന്നും പിൻവലിച്ചൊന്നുമില്ല. നമുക്ക് ഒരു രേഖാമൂലമായിട്ടുള്ള ഒരു ഉറപ്പും ഇതുവരെ കിട്ടിയിട്ടില്ല. തരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഏതൊരു വൈകാരികമായിട്ടുള്ള മനോഭാവത്തോടു കൂടിയാണ് ഈ തരത്തിലുള്ള പ്രതിഷേധ സ്വരം ഉയർത്താൻ ആരംഭിച്ചത്, അതിന്നും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വിജയമോ പരാജയമോ നമുക്കൊരു പ്രശ്നമല്ല. ഇതിൽ വിജയം പരാജയമൊന്നുമില്ലേ. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പരാജയം യേശുക്രിസ്തുവിൻ്റെ മരണമായിരുന്നു വാസ്തവത്തിൽ. പക്ഷെ അതിനേക്കാളും വലിയൊരു വിജയം ലോകത്തിലില്ലായിരുന്നു. ഇതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ സഹിക്കുമ്പോൾ, നമ്മൾ തൂത്തറിയപ്പെടുമ്പോൾ തന്നെയും അത് നമുക്ക് സംബന്ധം ഒരു പരാജയമല്ല, അതൊരു വിജയം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ സമരത്തിൽ ഈ കാര്യത്തിൽ വിജയം വരിക്കും എന്നുള്ളൊരു പ്രത്യാശയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ആ ഒരു പ്രത്യാശയോടുകൂടി ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങളുടെ കൺമുമ്പിൽ വലിയ തുറയിൽ 174 കുടുംബങ്ങളാണ് എത്ര മാസമായി അഭയാർത്ഥി ക്യാമ്പിൽ എന്ന പോലെ ഒരു സ്കൂൾ വരാന്തയിൽ താമസിക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അത് കാണുന്നില്ലേ? ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾ അത് കാണുന്നില്ലേ? ആ മത്സ്യത്തൊഴിലാളികളുടെ വേദനയാണ് ലത്തീൻ സഭ പങ്കുവെക്കുന്നത്. ആ ലത്തീൻ സഭ പങ്കുവെക്കുന്ന വേദനകള് ഈ കരുത്തും സാമ്പത്തിക കരുത്തുമില്ലെന്നുള്ളതിന്റെ പേരിൽ, രാഷ്ട്രീയ പാർട്ടിയുടെ കരുത്തില്ല എന്നതിന്റെ പേരിൽ ആരെങ്കിലും മാറ്റിവെച്ചാൽ അടുത്ത നാളുകളിൽ ചങ്കൂറ്റത്തോട് പ്രതികരിക്കാൻ ഈ സമുദായത്തിന് കഴിയുമെന്നാണ് നമ്മളിപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. യാതൊരു ഭയാശങ്കയും വേണ്ട. ചങ്കൂറ്റത്തോടെ ഞങ്ങൾ പറയും, ലത്തീൻ കത്തോലിക്കരും മത്സ്യത്തൊഴിലാളികളും ഈ രാജ്യത്ത് നികുതി കൊടുക്കുന്നവരാണെങ്കിൽ ഈ രാജ്യത്ത് വിഴിഞ്ഞം പോർട്ടുണ്ടാക്കി ഞങ്ങളെ അങ്ങോട്ട് കയറ്റി അയക്കാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ താഴത്തേക്ക് വയ്ക്കാനാണ് ഈ കൺവെൻഷനൊക്കെ നമ്മൾ വളരെ ശക്തമായി പ്രതികരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം, ഈ പ്രദേശത്തെ തീരദേശവാസികളുടെ പ്രശ്നം, കേരളത്തിലെ ജനസംഖ്യയുടെ 4/1 വിഭാഗം താമസിക്കുന്നത് തീരപ്രദേശത്താണ്. കേരളത്തിലെ ജനസംഖ്യയുടെ 4/1 ഭാഗം. എന്തേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തത്? ഇപ്പോൾ 7525 കോടി രൂപയ്ക്ക് ഈ സംസ്ഥാനത്തെ പോർട്ട് നിർമ്മിക്കുമ്പോൾ 4000 കോടി രൂപയും മുതൽ മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് നാം തിരിച്ചറിയുമ്പോൾ
കേരളത്തിലെ 1/4 ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് എന്തേ ഈ കോടി ചെലവാക്കാൻ? തീരദേശത്തിന്റെ സമഗ്ര വികസനത്തിന്, അവിടെ വിദ്യാഭ്യാസം കൊടുക്കാൻ, അവിടെ ആരോഗ്യം കൊടുക്കാൻ, മറ്റ് പാലങ്ങൾ നിർമ്മിക്കാൻ, റോഡുകൾ നിർമ്മിക്കാൻ ഇവരെന്തേ തയ്യാറാകാത്തത്? മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോൾ ഞങ്ങൾ ആദ്യം ഉന്നയിച്ച ചോദ്യം ഇതായിരുന്നു: എന്തേ ഒരു ചർച്ചയ്ക്ക് താങ്കൾക്ക് ഇതുവരെയും സമയം കിട്ടാത്തത്? അദ്ദേഹം അതിന് ഒഴിവുകൾ പലതും പറഞ്ഞു. തെറ്റിദ്ധാരണ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒഴിയാനാണ് ശ്രമിച്ചത്. ഞങ്ങൾ പറഞ്ഞു, അങ്ങയുടെ മന്ത്രിസഭയുടെ 2 പ്രതിനിധികൾ ഷിബു ബേബി ജോണിനെയും ബാബുവിനെയും അയക്കുകയുണ്ടായി. അവർ വന്നു പോയിട്ട് 1 മാസമായി. എന്നിട്ടും ഒരു പ്രതികരണവും ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ സമരരംഗത്ത് ഇറങ്ങിയത്. ബാബുവും ഷിബു ജോണും പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ പറയണമോ? എത്രയും അപഹാസ്യകരമായ ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഷിബു ബേബി ജോൺ ഈ സമുദായത്തിൻ്റെ തന്നെ ഒരു വ്യക്താവായി മാറേണ്ട അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എന്നും മീൻ പിടിച്ചു കഴിഞ്ഞാൽ മതിയോ എന്ന്. ഇത് പറയാൻ നിങ്ങൾക്ക് നാണക്കേടില്ലേ എന്ന് വാസ്തവത്തിൽ ചോദിക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ കര നഷ്ടപ്പെടുന്നത് ആഗോളതാപനം കൊണ്ടാണ്, അല്ലാതെ വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ടൊന്നും കാണാൻ പറ്റില്ലെന്ന്. പിന്നീട് അത് ആ വാദത്തിൽ നിന്നൊക്കെ പിൻവാങ്ങി. അതിനുശേഷം സമരരംഗത്ത് ഇറങ്ങിയപ്പോഴാണ്, 13-ാം തീയതി സമരം കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രിയെ കണ്ണും തുറന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ജനം വെറുതെ ഇരിക്കില്ല, ഇനിയും ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ഈ 19-ാം തീയതി ഞങ്ങളെ ക്ഷണിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രി ഞങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചില്ലെങ്കിൽ സമരം തുടരുമെന്നുകൂടി പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ മടി കാണിക്കില്ല എന്ന് പറയാൻ എനിക്ക് യാതൊരു സങ്കോചവുമില്ല. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അത് അംഗീകരിക്കുകയാണെങ്കിൽ നല്ലത്. സമരം ഒരുപക്ഷെ നമ്മൾ നിർത്തിവെച്ചേക്കാം. പക്ഷേ ഒരു രേഖയായി നമ്മുടെ മുന്നിൽ തന്നില്ലെങ്കിൽ ഈ സമരപരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകും എന്നുകൂടി പറയാനുള്ള ഒരു കൺവെൻഷനാക്കി ഇതിനെ മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും. ബാബു പറഞ്ഞ കാര്യം, കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ പദ്ധതിയാണിതെന്ന്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഇടുക്കി വൈദ്യുതി പദ്ധതി. 2ാമത് നെടുമ്പാശ്ശേരി പദ്ധതി. 3, വിഴിഞ്ഞം വാണിജ്യ പദ്ധതി. ശ്രീമാൻ ബാബുവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് താങ്കൾ വല്ലാർപാടം പദ്ധതി മറന്നുപോയി? പരാജയപ്പെട്ട ഒരു പദ്ധതിയുടെ കഥയാണ് വല്ലാർപാടം പറയുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് വല്ലാർപാടത്തെ മറച്ചു വയ്ക്കുന്നത്, നഷ്ടത്തിലോടുന്നത്, പാക്കേജ് നടപ്പിലാക്കാത്ത ഒരു പദ്ധതി. നമുക്കും ഇതുതന്നെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നാം ഉണർന്ന് പ്രവർത്തിച്ചിട്ടേ മതിയാവൂ. മുഖ്യമന്ത്രിയുടെ ഒരു വിധത്തിൽ അദ്ദേഹം 50% സമ്മതിച്ചു കഴിഞ്ഞു. പദ്ധതി മൂലം ബുദ്ധിമുട്ടുണ്ടാകുന്നവരെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഒരു ഗവൺമെന്റ് ഓർഡറിലൂടെ നടപ്പിലാക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇന്ന് അല്ല 19-ാം തീയതി ആവശ്യപ്പെടാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു ഓർഡർ അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ കൃത്യമായും ഇവിടെ അത് അവതരിപ്പിക്കുമ്പോഴും അതിലേറ്റവും പ്രധാനപ്പെട്ടത് പനത്തറ മുതൽ ഈ പറയുന്ന വേളി വരെയുള്ള 2 വരി വീടുകൾ മാറ്റി സ്ഥാപിക്കുവാനും ഈ പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയാണ് നാം 19-ാം തീയതി ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ കാണാൻ പോകുന്നത്. അതിൽ കുറഞ്ഞ ഒന്നും നമ്മൾ അംഗീകരിക്കാൻ പോകുന്നില്ല. ഈ സന്ദേശമാണ് നമ്മുടെ ഇടവുകളിൽ നമ്മൾ കൊടുക്കേണ്ടതും. 19-ാം തീയതി നമുക്ക് വ്യക്തമായൊരു മറുപടി തന്നില്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഉറപ്പുകളെ മറികടന്നുകൊണ്ട് സമരരംഗത്ത് അണിനിരക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിർദ്ദിഷ്ട വാണിജ്യ തുറമുഖം പദ്ധതി 40 മുതൽ 60 വർഷം വരെ പ്രവർത്തിപ്പിക്കുന്നതിന് അദാനിയെ ഗ്രൂപ്പിന് വിട്ടു നൽകാൻ കേരള സർക്കാരിൻ്റെ തീരുമാനിച്ച കാര്യം നമുക്കറിയാം. ഏകദേശം 7525 കോടി രൂപ മുതൽ മുടക്കി വേണ്ടി വരും. വിഴിഞ്ഞ മത്സ്യബന്ധന തുറമുഖത്തിന്, ഇവിടെയാണ് ഇപ്പോൾ നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖം, അതിന് 500 മീറ്റർ തെക്ക് മാറി വലിയ കുടപ്പുറത്തു നിന്നാണ് ആരംഭം. 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പണിതിട്ട് വീണ്ടും 1.7 കിലോമീറ്റർ തെക്കോട്ടേക്ക് മാറുന്ന
3.2 കിലോമീറ്റർ വലിപ്പമുള്ള വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്. ഇത് ചൊവ്വര അടിമലത്തുറ ഭാഗത്താണിത് തുറക്കുന്നത്. അപ്പോൾ 400 മീറ്റർ വീതിയുള്ള ഇതിൻ്റെ പ്രവേശന കവാടത്തിലൂടെ 16 മീറ്റർ ആഴം, അതായത് വെള്ളത്തിനടിയിൽ 16 മീറ്റർ ആഴം വരെയുള്ള കപ്പലുകൾക്ക് ഇവിടെ പ്രവേശിക്കാനാകും. നമ്മുടെ ഈ ഭാഗത്ത് 14 മുതൽ 18 വരെ ഇപ്പം തന്നെ ആഴമുണ്ട്. അത് 20 മീറ്ററാക്കി ഡ്രഡ്ജ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് സാധ്യമാകുക. കൂടാതെ ഈ കണ്ടെയ്നറുകളും മറ്റ് അനുബന്ധ സൗകര്യങ്ങൾക്കുമായി 66 ഹെക്ടർ, അതായത് 165 ഏക്കർ, നമ്മുടെ ഇതാണ് ഈ 165 ഏക്കർ സ്ഥലം, അവിടെ കടൽ നികത്തുകയും ഈ പ്രദേശത്തുള്ള ആളുകളെ മാത്രം പുനരധിവസിപ്പിക്കുകയും മറ്റ് പാക്കേജുകളും പരിഗണിച്ചിട്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഈ തുറമുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമുഖങ്ങൾ പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച പ്രകൃതിദത്ത തുറമുഖങ്ങളായ കൊച്ചി, ബോംബെ, ഗോവ തുടങ്ങിയ തുറമുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തുറസായ കടലിൽ പുലിമുട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള കൃത്രിമ തുറമുഖമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നവും. മീൻപിടുത്ത സമൂഹങ്ങൾക്കും പരിസ്ഥിതിക്കും ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള പ്രത്യാഘാത പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽ രൂപതപ്പെടുത്തിയിട്ടുണ്ട്. സമാന സ്വഭാവമുള്ളതും സമീപ പ്രദേശത്ത് ഇപ്പോഴും തുടരുന്നതുമായ പുലിമുട്ട് നിർമ്മാണ പദ്ധതികളുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രധാനമായും ഈ ആശങ്കകൾ ഉന്നയിച്ചത്. അത് വെറുതെ പറയുന്നതല്ല, അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ആശങ്കകൾ ഉന്നയിച്ചത്. ഏറ്റവും കൂടുതൽ ഇറോഷൻ, തീരശോഷണം സംഭവിക്കുന്ന ഒരു കടൽ തീരമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ മൺസൂൺ കാലത്തെ അവസാന നാളുകളിൽ ഈ വടക്കോട്ടുള്ള സ്വാഭാവിക മണൽ നീക്കം കൊണ്ടുപോകുന്ന ഈ മണൽ നമ്മുടെ കടപ്പുറത്ത് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ നമുക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രതിഭാസത്തെ തടസ്സപ്പെടുത്തിയാൽ കടലമ്മയുടെ ഈ മണൽ കൊണ്ടുപോവുകയും അതിനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഈ പ്രക്രിയയ്ക്ക് മനുഷ്യനിർമ്മിതിയിലൂടെ തടസ്സപ്പെടുത്തിയാൽ നമ്മൾ ഇതിന് കനത്ത വില നൽകേണ്ടി വരും. അത് നമ്മൾ മറക്കരുത്. നമ്മൾ പല ഗ്രാമങ്ങളിലും അനുഭവപ്പെടുന്ന ഒരു പ്രക്രിയയാണെന്നുള്ള കാര്യം ആമുഖമായിട്ട് ഞാനിവിടെ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. മുതലപ്പൊഴിയും തേങ്ങാപട്ടണവും ആ തുറമുഖങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഈ ആശങ്കകൾ ഉന്നയിക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പം പൊഴി ഒഴിവാക്കുക എന്ന മത്സ്യത്തൊഴിലാളികളുടെ തന്നെ ആവശ്യം മുതലപ്പൊഴിക്ക് വേണ്ടി ഇത് പരിഗണിച്ച് 35 കോടിയോളം രൂപ ചെലവിൽ കഴിഞ്ഞ 5 വർഷങ്ങളായി പുലിവെട്ട് നിർമ്മാണം. ഫലമോ? പെരുമാതുറയിൽ മണൽ വയ്ക്കുന്നു, ഇവിടുത്തെ ഒരു 3-4 വരി വീട് നഷ്ടപ്പെടുന്നു. ഈ 2 പുലിമുട്ടുകളാണ് നിർമ്മിച്ചത്. നിങ്ങൾക്ക് കാണാം തുറമുഖത്തിനകത്തും മണൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇത് ഡ്രഡ്ജ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ കുറേ കൂടെ രക്ഷ നൽകുന്നതിന് കുറുകെ ഒരു ഭിത്തി നിർമ്മിക്കുന്നു. ഒരുപാട് ഡിസൈനിൽ ചേഞ്ചും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങളും ഇവിടെ നടക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഇവിടെ രൂപപ്പെട്ടു. മദ്രാസ് IIT രൂപകൽപ്പന ചെയ്ത ഈ തുറമുഖം സുരക്ഷിതമല്ലെന്ന് കണ്ട പുലിമുട്ടിൻ്റെ അവസാന ഭാഗത്ത് കുറുകെ നിർമ്മിച്ച സംരക്ഷണ ഭിത്തി ഇത് വീണ്ടും അപകടം ക്ഷണിച്ചു വരുത്തി. ഇത് പരിഹരിക്കാൻ പൂനെയിലെ CWS രംഗത്ത് അവർ പറഞ്ഞു ഇത് എടുത്ത് കളയണം, കുറച്ചുകൂടെ നീട്ടി കെട്ടണം. നേരത്തെ യുജിരച്ചൻ സൂചിപ്പിച്ചതുപോലെ 15 കോടി 35 കോടിയായിട്ട് വർദ്ധിച്ചു. അവർ തുടർന്ന് അത് പൊളിച്ചു നീക്കാനുള്ള ശ്രമം നേരത്തെ സൂചിപ്പിച്ചു. കടലിൽ നമ്മൾ ഈ വലിയ ടെട്രാപോഡും മറ്റും നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അദാനിയുടെ പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നിർവാഹവുമില്ല, നമ്മൾ സഹിച്ചേ മതിയാവൂ എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഒരിക്കൽ നിക്ഷേപിച്ചാൽ വൻപാറകൾ കടലിൽ നിന്ന് ഉയർത്തി മാറ്റാൻ കഴിയാത്ത സാഹചര്യം. ഉപജീവനമാർഗവും ഈ പ്രദേശത്ത് നിലച്ച കാര്യം നമുക്കറിയാം. കടലാക്രമണവും കരനഷ്ടവും തുടർന്ന് അധികം വീടുകൾ തകർന്നു. പുനരധിവാസത്തിന് സ്ഥലം കണ്ടെത്തിയതോ കടൽ വിട്ട് കായലിനക്കരെ. മത്സ്യബന്ധനം നിലച്ചു, ഇപ്പം തീരമില്ല, മത്സ്യബന്ധനം നിലച്ചു. ഇനി തേങ്ങാപട്ടണത്തിലേക്കൊന്ന് പോകാം. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നിർദ്ദിഷ്ട തുറമുഖത്തിൻ്റെ മാതൃക തേങ്ങാപട്ടണത്തും അതേ മാതൃകയാണ് കരയിൽ നിന്ന്. രണ്ടും തമ്മിൽ വളരെയധികം സാമ്യമുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഞാനിവിടെ 1 മിനിറ്റ് ഒന്ന് എടുക്കുകയാണ്. ഈ പ്രദേശമെല്ലാം നമ്മുടെ ഇപ്പോഴുള്ള വിഴിഞ്ഞം തുറമുഖം പോലെ വള്ളങ്ങൾ ആങ്കർ ചെയ്യേണ്ട സ്ഥലമായിരുന്നു. അത് മൊത്തം
മണൽ നിറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ തൂത്തൂരിലെയും ഇരവിപുത്തൻതുറയിലെയും കരയെ നികത്താൻ വേണ്ടി, മൺസൂണിൽ എടുത്ത കരയെ നികത്താൻ വേണ്ടിയുള്ള മണ്ണാണ് ഇവിടെ കെട്ടി അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിറയെ വള്ളങ്ങൾ ആങ്കർ ചെയ്യേണ്ട ഈ സ്ഥലത്ത് ഒരു വള്ളം എങ്ങനെയാണ് കഷ്ടപ്പെട്ട് ഇതുവഴി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ശ്രീ ബെഞ്ചമിൻ ഇന്നലെ തെങ്ങാപട്ടണത്ത് തന്നെ പോയി എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. അപ്പോൾ ഈ വള്ളം, ഇതെല്ലാം ഹാർബർ ഏരിയയാണ്, വെള്ളം കിടക്കേണ്ട സ്ഥലമാണ്. ഹാർബർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വള്ളത്തിന് കടന്നു വരാൻ കഷ്ടിച്ച് ഒരു നേരിയ പാത മാത്രമേ ഇവിടെയുള്ളൂ. ഒരു വിശാലമായ ഹാർബറിൻ്റെ ഗതികെട്ട ഒരവസ്ഥ നമ്മൾ ഇവിടെ ഒന്ന് കാണുക. ഇത് നിങ്ങൾക്ക് തേങ്ങാപട്ടണത്ത് നിങ്ങൾക്ക് പോയാലും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വിഴിഞ്ഞം ഹാർബർ പോലുള്ള ഒരു ഹാർബറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഈ പ്രദേശം മൊത്തം ഹാർബർ പ്രദേശമാകേണ്ടതാണ്. ഇവിടെ ഇപ്പം മണൽ നിറഞ്ഞ് ഈ മണൽ കരയിൽ നിന്ന് JCB ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഗതികെട്ട അവസ്ഥയാണ്. വിശാലമായൊരു ഹാർബർ, 35 കോടി രൂപ, അതിപ്പോൾ മണൽ നിറഞ്ഞ് ഉപയോഗശൂന്യമായി. ഇതാണ് അതിൻ്റെ പൂർണ്ണ ചിത്രം. ഈ വഴിയിലാണ് ആ വള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മണലാണ് അടുത്ത ഗ്രാമങ്ങളിലേക്ക് പോയി അവിടുത്തെ കര സംരക്ഷിക്കേണ്ടിയിരുന്നത്. ഫലം എന്ത് സംഭവിച്ചു? ഈ രണ്ട് ചിത്രങ്ങളും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഇവിടെ കരയിൽ നിന്നും ആരംഭിച്ച് ഏകദേശം ഒരു 100 മീറ്റർ, വീണ്ടും എടുത്ത് 100 മീറ്റർ, അടുത്ത ഒരു 100 മീറ്റർ, ഒരു 300 മീറ്ററേ വരുന്നുള്ളൂ. ഒരു വളരെ ചെറിയൊരു തുറമുഖം. വിഴിഞ്ഞം ഇവിടെ നിന്ന് 1500 മീറ്റർ, വലിയ കടപ്പുറത്തുനിന്ന് 1500 മീറ്റർ, രണ്ടിൻ്റെയും ഓപ്പണിംഗ് തെക്ക് വശത്തു നിന്നാണ്. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക. ഉറപ്പായിട്ടും ഇതിൻ്റെ നിർമ്മാണ സമയത്ത് തന്നെ ഈ പ്രതിഭാസം ഇവിടെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ മണൽ കരയിലെത്താത്തത് കൊണ്ട് സംഭവിച്ചത് 200-ലധികം വീടുകൾ നശിച്ചു, വള്ളവിള ഭാഗത്തെ റോഡുകൾ തകർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ പിതാവ് സൂചിപ്പിച്ച 5 കാര്യങ്ങളിലേക്കുള്ള ഒരു വിശദീകരണം കൂടെ നടത്താം. അപ്പോൾ പരിസ്ഥിതി പഠന റിപ്പോർട്ട് പ്രകാരം പദ്ധതി പ്രദേശമായ മുല്ലൂർ മുതൽ ചൊവ്വര വരെയുള്ള തീരത്ത് മാത്രമേ കടൽ നികത്തുന്നുള്ളൂ. ഈ 165 ഏക്കർ മാത്രമേ ഇവിടെ നിർത്തുന്നുള്ളൂ. അപ്പോൾ ഇവിടെ താമസിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ച 597 കുടുംബങ്ങൾക്ക് മാത്രമേ പ്രശ്നമുണ്ടാവുകയുള്ളൂ. അപ്പോൾ സർക്കാരിൻ്റെ സമീപനം ഈ വലിയ കടപ്പുറം മുതൽ അടിമളത്തുറ വരെയുള്ള 597 കുടുംബങ്ങളുടെ പുനരധിവാസ പദ്ധതി മാത്രം കണക്കിലെടുത്താൽ മതി. ഇതുവരെ സർക്കാരിൻ്റെ നിലപാട് ഇതാണ്. നമ്മൾ ചില ദുരന്തങ്ങൾ നേരത്തെ കണ്ടു. ഇത് പനത്തുറയിലെ ഒരു അമ്പലമാണ്. ഇത് നേരത്തെ ഏകദേശം ഇത് 3ാമത്തെ അമ്പലമാണ് അവർ പണിതത്. കര കവർന്ന് അവസാനം ഏറ്റവും ഒടുവിൽ അവർ നിർമ്മിച്ച അമ്പലം ഇതാണ്. ഈ പരിസ്ഥിതി പഠന റിപ്പോർട്ടിൽ അവർ ആദ്യം പറഞ്ഞിരുന്നത് 1970 മുതൽ 2011 വരെ കോവളത്തിനും വടക്കും തെക്കും യഥാക്രമം 50 മുതൽ 220 മീറ്റർ വരെ തീരശോഷണവും കരവയ്ക്കലും സംഭവിച്ചു. ഇത് അവർ ആദ്യം പറഞ്ഞതാണ്. ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഈ പ്രതിഭാസം ഭാവിയിൽ ഉണ്ടാകാനുള്ള തീരശോഷണവും സ്വാഭാവിക ഭവന നഷ്ടവും അതിൻ്റെ ബാധ്യതകളും ഏറ്റെടുക്കും അധികൃതർക്ക് വേണ്ടിവരും എന്ന് മനസ്സിലാക്കിയവർ എന്ത് ചെയ്തു? രണ്ടാമത് ഈ റിപ്പോർട്ട് അവർ പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ ഈ ഭാഗം എടുത്തു കളഞ്ഞു. അതുമാത്രമല്ല, നിരവധി കേരളത്തിൻ്റെ പ്രത്യേകിച്ച് തിരുവനന്തപുരം മേഖലയുടെ സീ ഇറോഷനെക്കുറിച്ച്, കരവയ്ക്കലിനെ കുറിച്ചൊക്കെ, അത് കര നഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന 4.37 എന്ന ഭാഗം മനഃപൂർവ്വം എടുത്തു കളയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അറിയേണ്ട ഒന്നാണ്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളും ഈ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഭീകരമായ രീതിയിൽ വലിയ ക്രൈസിസിലേക്ക് എത്തുന്ന മത്സ്യത്തൊഴിലാളികൾ, അവരുടെ കുടുംബങ്ങൾ, അവരെ അതിൽ നിന്ന് പരിരക്ഷിക്കുന്നതിനും അവർക്ക് നഷ്ടപരിഹാരത്തിനുമായി എന്താണ് ചെയ്യാൻ പോകുന്നത്?
എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? അതിനെത്ര തുകയാണ് വകയിരുത്തുന്നത്? ഇവിടെ ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും. ആ തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ മഹാഭൂരിപക്ഷവും നമ്മുടെ രൂപതയുമായി ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് നിശ്ചയമായും മുൻകൈ എടുക്കേണ്ടത് സഭ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും നിശ്ചയമായും ഈ സംഭവത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സഭ ഉന്നയിക്കുന്ന ശരിയായ ഈ മുദ്രാവാക്യത്തിനോടൊപ്പം നിൽക്കാൻ വേണ്ടി തയ്യാറാവണം. പലപ്പോഴും പാക്കേജുകൾ വഞ്ചനയുടെ പെട്ടിയാണ്. പക്ഷെ നമുക്കൊരു വാഗ്ദാനം ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ലഭിക്കുമ്പോൾ ആ വാഗ്ദാനം നമ്മെ വഞ്ചിക്കാനുള്ളതാവരുത്. അതുകൊണ്ടാണ് അത്തരത്തിലുണ്ടാവുന്ന വാഗ്ദാനങ്ങൾ പൊതുജനമധ്യത്തിൽ തുറന്നു കാട്ടപ്പെടണം എന്ന് ചില വ്യക്തികളോ ചില പ്രസ്ഥാനങ്ങളോ ആവശ്യപ്പെടുന്നത്. അഭിവന്ദ്യനായ പിതാവ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത് രഹസ്യമല്ല, എവിടെയെങ്കിലും ഒരു അടച്ചിട്ട മുറിക്കകത്തുള്ളൊരു കരാറല്ല. മത്സ്യത്തൊഴിലാളികൾ, കേരള സംസ്ഥാനത്തിലൊട്ടാകെയുള്ള മത്സ്യത്തൊഴിലാളികൾ, ആ മത്സ്യത്തൊഴിലാളി സമൂഹം, നമ്മുടെ ജില്ലയിലെ വ്യത്യസ്ത ചേരികളിൽ നിൽക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹം, ഇവരെല്ലാവരും ഈ കാര്യത്തിൽ ബഹുമാന്യനായ അഭിവന്ദ്യ പിതാവിനോടൊപ്പം നമ്മുടെ സഭയ്ക്കോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. പനത്തുറ മുതൽ കുറഞ്ഞ പക്ഷം വേളി വരെയുള്ള പ്രദേശം ഒരുപക്ഷെ 5 കൊല്ലം കൊണ്ടോ അതിനപ്പുറമോ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ബലമായി സംശയിക്കുന്നത് പൂന്തറ പള്ളി അടക്കം ഇല്ലാതാകും എന്ന ആശങ്ക ഞങ്ങൾക്കുണ്ട് എന്ന വസ്തുത എന്തുകൊണ്ട് ഭരണം കൈയാളുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ചോദിക്കുവാനുള്ളത്. കര നഷ്ടപ്പെടുമ്പോൾ ആദ്യം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടാൻ പോകുന്നത് കല്ലിടണമെന്നാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഈ കര സംരക്ഷിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ലോറി കല്ലുമായി വന്നാൽ അതിനെ തിരിച്ചയച്ചുകൊണ്ട് പറയണം, ഞങ്ങൾക്ക് കല്ലല്ല വേണ്ടത്, ഞങ്ങൾക്ക് പുനരധിവാസമാണ് വേണ്ടത് എന്ന് പറയുവാനുള്ള ചങ്കൂറ്റ എന്ന് കാണിക്കുന്നു. അന്ന് മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ. 1 കിലോമീറ്റർ കടൽഭിത്തി നിർമ്മിക്കുന്നതിന് 7.5 കോടി രൂപ. അവർ പദ്ധതിയിൽ 7.5 കോടി എന്ന് പറയില്ല, ആദ്യം 1.5 കോടി പറയും. അത് ക്രമേണ 7.5 കോടിയായി മാറും. പിന്നെ എല്ലാ വർഷവും വീണ്ടും അതിൻ്റെ പുറത്ത് കല്ലിടേണ്ടി വരും. അതുകൊണ്ട് പുനരധിവാസം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടുന്ന ഭവനം നിർമ്മിക്കാനുള്ള സ്ഥലം സർക്കാർ കണ്ടെത്തി തൊട്ടടുത്ത് തന്നെ പാർപ്പിക്കണം. അല്ലാതെ മലയോരത്തോ നെടുമങ്ങാടോ കൊണ്ട് മത്സ്യത്തൊഴിലാളി പാർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രിയോ മറ്റുള്ളവരോ ആഗ്രഹിച്ചാൽ അതിനും കൂട്ടു നിൽക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഉദ്യോഗസ്ഥൻ ആധികാരികം പറഞ്ഞതാണ് 3 കപ്പലേ ഒരു ദിവസം വരികയുള്ളൂ. എങ്കിൽ പിന്നെ പദ്ധതി എന്തിനാ? ഇത്രയും കോടി രൂപ ചിലവഴിച്ച് ഹാർബർ നിർമ്മിക്കുമ്പോൾ, പോർട്ട് നിർമ്മിക്കുമ്പോൾ ഒരു ദിവസം 3 കപ്പലാണ് വരുന്നതെങ്കിൽ ഈ 7500 കോടി രൂപ മുടക്കേണ്ട ആവശ്യത കൊണ്ടോ എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. അപ്പോൾ അത് പച്ചക്കള്ളമാണ്. അത് നമ്മളോട് ഇത് പറയും, മറ്റുള്ളവരോട് കൂടുതൽ പറയും. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? പൊഴിയൂർ മുതൽ അടിമലത്തുറ വരെയുള്ള പ്രദേശത്ത് തൊട്ടടുത്ത് കരയിൽ കമ്പാവല വിടുന്ന ആളുകൾ, അയിലവല, നെത്തോലിവല, ചാളവല എന്ന് തുടങ്ങി എല്ലാ വലയും ഉപയോഗിക്കുന്ന ആളുകൾക്ക് മത്സ്യബന്ധനം അസാധ്യമാകും. ഇന്ന് നിലവിലുള്ള മത്സ്യബന്ധന ഹാർബർ ഇതേപോലെ നിലനിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ, ടിറ്റോ നേരത്തെ അതിൻ്റെ ചിത്രങ്ങളിലൂടെ സൂചിപ്പിച്ചു, തീർച്ചയായും അവിടെ മണ്ണടിയും മാത്രമല്ല മിക്കവാറും ആ പ്രദേശം പോലും ഇല്ലാതാകും. അപ്പോൾ വിഴിഞ്ഞത്തെ മത്സ്യബന്ധന ഹാർബർ പോലും ഇല്ലാതാകും എന്ന ആശങ്ക ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. വിഴിഞ്ഞത്തെ നമ്മുടെ സഹോദരങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്തോ കനകക്കട്ടി കിട്ടുമെന്നാണ്. ഇതിൻ്റെ കവാടമെന്ന് പറയുന്നത് മുല്ലൂരാണ്. ആ മുല്ലൂരിൽ ഈ വിഴിഞ്ഞത്തെയോ അടിമലത്തുറയിലെയോ ഏതെങ്കിലും ഒരു മത്സ്യത്തൊഴിലാളിക്കോ അല്ലെങ്കിൽ അനുബന്ധ തൊഴിലാളിക്കോ ചെന്ന് അടുക്കാൻ പോലും പറ്റത്തില്ല. ഒരുപക്ഷെ മുല്ലൂരിന് ചുറ്റുമുള്ള ആളുകൾക്ക് കുറേ നേട്ടം കിട്ടുമായിരിക്കാം.
മറ്റ് ട്രേഡ് യൂണിയനുകളൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുമായിരിക്കാം. ഞാൻ തീർത്തും പറയുന്നു, നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് ഒരു ലോഡ് സിമൻറ്റോ ഒരു ലോഡ് കമ്പിയോ ഇറക്കുവാനുള്ള അനുബന്ധ തൊഴിൽ പോലും കിട്ടില്ല സഹോദരങ്ങളെ. ഇതാണ് സത്യം. മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്തുവാനുള്ള സർക്കാരിനെ കൊണ്ട് ഇതിലുള്ള തീരുമാനം എടുപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു. കണ്ണൂർ മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള രൂപതകളിലെ ഓരോ ഇടവകളിലും വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിമന്യു സൂസൈപ്പാക്യം പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ആ ഒരു തെളിവാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സമരപരിപാടികൾ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്നത് വേദപുസ്തക അടിത്തറയുള്ള ഒരു കാര്യമാണെന്നും നീതിക്ക് വേണ്ടി പോരാടുന്നവർ ദൈവരാജ്യത്തിന് അർഹരാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുകൂടെ മുന്നോട്ട് പോകാൻ ബൈബിൾ പണ്ഡിതൻ കൂടിയായ അഭിമന്യ പിതാവാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഇത് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു. ഇനി നമ്മളെ കബളിപ്പിക്കാനാവില്ല. നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പദ്ധതികൾ തുടങ്ങിയിട്ട് പദ്ധതികൾ കഴിഞ്ഞ് നമ്മളെ പെരുവഴിയിലാക്കുന്ന, മുലമ്പള്ളിയിൽ സംഭവിച്ചതുപോലെ, കൊച്ചി അവിടുത്തെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ സംഭവിച്ചതുപോലെ, ഇന്ന് അതിൻ്റെ പേര് പോലും പറയാൻ മടിക്കുന്ന ശ്രീമാൻ കെ ബാബു തുറമുഖ മന്ത്രിയാണ് അദ്ദേഹത്തെ പോലെ. അപ്പൊ അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, അപകടങ്ങൾ തിരിച്ചറിഞ്ഞ് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. മറ്റു സമൂഹങ്ങളെയും കൂടി മുഖ്യധാരയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇത് നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ്. ഈ സമരം വിജയിക്കേണ്ടത് തീരദേശ മക്കളുടെ ആവശ്യമാണ്. അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. നിർദ്ദിഷ്ട വിഴിഞ്ഞം തുറമുഖ പദ്ധതി മൂലം മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന ഭയാശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലത്തീൻ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് 13 വ്യാഴാഴ്ച സമരം സിന്ദാബാദ്, ജീവിത സമരം സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, ലത്തീൻ അതിരൂപത സിന്ദാബാദ്. കേരള ജനത്തിൻ വായടച്ച, കേരള ജനത്തിൻ വായടച്ച, കടലും കരയും തീരെഴുതി, കടലും കരയും തീരെഴുതി നാട് മുടിക്കാൻ പോകും
വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ രാഹുൽ ഗാന്ധി അദ്ദേഹം മത്സ്യത്തൊഴിലാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് എങ്ങനെയാണ്? ഈ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികളെയും ഈ രാജ്യത്തെ ആദിവാസികളെയും അടിച്ചൊതുക്കാമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ അത് തെറ്റിപ്പോയിരിക്കുന്നു. ഈ സമരം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ വിനീതമായി പ്രഖ്യാപിക്കുന്നു. ഇവിടെ ചുക്കം ചെയ്യേണ്ട തിരുവനന്തപുരം ലത്തീൻ നഗരൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയുമാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്കും ജോലി നഷ്ടപ്പെടുന്നവർക്കും കൃത്യമായ ഒരു പാക്കേജ് വേണമെന്നാണ് ഈ ധർണയിലൂടെയും ഈ മാർച്ചിലൂടെയും ഇവിടെ ആവശ്യപ്പെടുന്നത്. ഈ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി അഭിമന്യ സുസഭാഗ്യം തിരുമേനിയെ സാദരം ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെയും ഇന്നത്തെ പ്രതിഷേധ റാലിയുടെയും ധർണയുടെയും സമര പരിപാടികളുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരിടയ ലേഖനത്തിലൂടെയും പഠനരേഖയിലൂടെയും നിരവധിയായിട്ടുള്ള ചർച്ചകളിലൂടെയും ഇതിനകം തന്നെ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. ഇത്തരം സമര പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് കാരണം നമ്മളെ വികസന വിരോധികളെന്നും ഗൂഢലക്ഷ്യങ്ങൾ വച്ച് പുലർത്തുന്നവരാണെന്നും
രാജ്യദ്രോഹികളാണെന്നുമൊക്കെ ചിത്രീകരിക്കുവാനൊക്കെ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും അധികാരികളുടെ ആ ഒത്താശയോടുകൂടി ചില നിക്ഷിപ്ത താല്പര്യക്കാരും സ്വാധീന ശക്തിയുള്ള ചിലരുമൊക്കെ കൂട്ടിച്ചേർന്നാണ് നമ്മെക്കുറിച്ചുള്ള ധാരാളം തെറ്റിദ്ധാരണകൾ ഇന്ന് ഈ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് പരത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ വളരെയധികം വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങൾ, അതായത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വിഴിഞ്ഞം അന്താരാഷ്ട്രീയ കണ്ടെയ്നർ തുറമുഖ പദ്ധതിക്ക് എതിരല്ല. അതിനുവേണ്ടി ത്യാഗങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ഒരു ചരിത്രമാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയ്ക്ക് എന്നുമുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം അതിരൂപത ഇപ്രകാരമുള്ള പ്രതിഷേധ റാലികളും ധർണകളും സമര പരിപാടികളും സംഘടിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതിന് കാരണം ഈ പദ്ധതിയുടെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് ബാധിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് വസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. തിരുവനന്തപുരം അതിരൂപത എതിർക്കുന്നത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അല്ല, അത് നടപ്പിലാക്കുന്ന രീതിയെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള, അവരുടെ ആശങ്കകളും ആവശ്യങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള, അവരുടെ അജ്ഞതയെയും അവശ്യതയെയും ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഉത്തരവാദിത്വപ്പെട്ടവരുടെ ഗൂഢ ഉദ്ദേശങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ ഈ സമര പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കാൾ ഉപരി ഇപ്പോൾ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പാവപ്പെട്ട തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്ന സാമൂഹ്യവും തൊഴിൽപരവുമായ പ്രശ്നങ്ങളിലാണ്. ഇത്തരം പ്രശ്നങ്ങളെയും പ്രത്യാഖ്യാതകളെയും ഗൗരവപൂർവ്വം വിലയിരുത്തണമെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയെല്ലാം ബോധപൂർവം നിസ്സാരവൽക്കരിക്കുകയും അവയിൽ നിന്നും ബോധപൂർവം ഒഴിഞ്ഞു മാറുകയും ചെയ്യരുതെന്നാണ്. വ്യക്തമായിട്ടുള്ള നഷ്ടപരിഹാര നടപടികൾ ഈ വിഴിഞ്ഞം പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി അത് നടപ്പിലാക്കാനാണ് ഞങ്ങൾ ഉത്തരവാദിത്വപ്പെട്ടവരോട് ആവശ്യപ്പെടുന്നത്. നിക്ഷിപ്ത താല്പര്യക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നല്ലൊരു ഭാഗം തീരദേശവാസികളുടെയും അജ്ഞതയെയും അവശ്യതയെയും ചൂഷണം ചെയ്തുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ തമസ്കരിക്കരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി ഞങ്ങൾക്കുണ്ട്. 10,000-കണക്കിന് പാവപ്പെട്ടവർക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാധ്യമാകുമെന്ന് ഒരു സ്വപ്ന പദ്ധതിയായിട്ടാണ് ഇത് പൊതുവെ അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഈ രംഗത്ത് പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ കണക്കുകൂട്ടലിൽ കൂടിപ്പോയാൽ 600 തുടങ്ങി 2000-ഓളം പേർക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ തീരദേശവാസികൾ എത്ര ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടറിയണം. 1000-ഓളം വരുന്ന ഈ തൊഴിലവസരങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾ നൽകുന്ന വില വളരെ വലുതാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് വിസിൽ എന്ന് അവർ നൽകിയ തുറമുഖ പദ്ധതിയുടെ തീരദേശ പദ്ധതി ആഘാത പഠന റിപ്പോർട്ട് അനുസരിച്ച് 50,000-ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ ഈ പദ്ധതി ബാധിക്കുമെന്നാണ് അവർ തന്നെ പറയുന്നത്. ഞാനുണ്ടാക്കിയതല്ല, അവരുടെ റിപ്പോർട്ടിലുള്ള കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇവരുടെയൊക്കെ പുനരധിവാസത്തിനായി പദ്ധതിയിൽ 128 കോടി രൂപ മാറ്റി വച്ചിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ടവർ ഇന്ന് വീമ്പടിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞങ്ങൾ പഠിച്ചു നോക്കി, വിദഗ്ധരെ വെച്ച് പരിശോധിച്ചു നോക്കി. എന്നാൽ ഈ 128 കോടിക്ക് പദ്ധതിയുടെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഈ 50,000 പേരുമായിട്ട് വലിയ ബന്ധമുള്ളതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പദ്ധതി പ്രദേശത്ത് സർക്കാർ നിയന്ത്രണത്തിലുള്ള
ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിച്ചാൽ പദ്ധതി പ്രദേശത്തെ ഏതാനും ചില കമ്പാവലക്കാർക്ക് 41 കോടിയോളം രൂപ നീക്കിവെച്ചിരിക്കുന്നതായി കാണുന്നു. ഈ തീരദേശ ജനതയെ കളിയാക്കുന്നതിന് തുല്യമല്ലേ യഥാർത്ഥത്തില് ഇത്ര വലിയ ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതി കൊണ്ടുവന്ന് ഒരു 50,000 ജനങ്ങളെയൊക്കെ എല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും നേരിട്ടും പ്രത്യക്ഷമായിട്ടുമൊക്കെ പരോക്ഷമായിട്ടുമൊക്കെ ബാധിക്കുന്ന ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഒരു നക്കാപ്പിച്ച കൊടുക്കുന്നത് പോലെ 41 കോടി ഏതാനും ചില 5-6 കമ്പാവലക്കാർക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റിവെച്ച് ഞങ്ങൾ അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഈ തൊഴിലാളികളെ കളിയാക്കുന്നതിന് തുല്യമാണ്. ബൈബിളിലെ രാജാക്കന്മാരുടെ പുസ്തകത്തില് ആഹാബ് രാജാവിനെ കുറിച്ച് ചില വിവരണങ്ങളുണ്ട്. ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാനും പേരും പെരുമയും സമ്പാദിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആഹാബ് രാജാവ് സുപ്രസിദ്ധമായ ജെറീക്കോ പട്ടണം നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. മനുഷ്യരെ ബലി കഴിച്ചുകൊണ്ടാണ്, നരബലി അർപ്പിച്ചുകൊണ്ടാണ് അന്ന് വലിയ വലിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്തിരുന്നത്. ബാൽദേവനിൽ വിശ്വസിച്ചിരുന്ന രാജാവ് അന്നത്തെ ആചാരമനുസരിച്ച് ജെറീക്കോ പട്ടണത്തിന് അസ്ഥിവാരമിട്ടപ്പോൾ തൻ്റെ മൂത്ത മകനെയും പട്ടണം പൂർത്തിയാക്കിയപ്പോൾ തൻ്റെ ഇളയ മകനെയും ബാൽദേവന് ബലിയർപ്പിച്ചതായി പറയുന്നു. ഇവിടെ വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാനായി 1-2 10,000-കണക്കിന് മത്സ്യത്തൊഴിലാളികളെയാണ് ബലിയാടുകളാക്കാൻ പോകുന്നത്. ഇവരുടെ ആശങ്കകൾക്കെല്ലാം ഒരു പരിഹാരമാർഗം ഉറപ്പുവരുത്താതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് അവശത അനുഭവിക്കുന്ന ഇവരെയെല്ലാം പുകച്ചു പുറത്താക്കുകയും ക്രമേണ നശിപ്പിക്കുകയും ചെയ്യുന്നതിന് തുല്യമായിരിക്കും എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. വികസന വിരോധികളായും നിക്ഷിപ്ത താല്പര്യക്കാരായും ഗൂഢ ഉദ്ദേശങ്ങളുള്ളവരുമായിട്ടാണ് ഞങ്ങളെയൊക്കെ ഇന്ന് ഏത് വിധനെയും ഈ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർ മുദ്ര കുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരോട് ഞങ്ങൾക്കുള്ള ചില ചോദ്യങ്ങൾ ഇതാണ്. നമുക്കറിയാവുന്നതുപോലെ നിർദ്ദിഷ്ട തുറമുഖത്തിന് വേണ്ടി 180 ഏക്കർ കടൽ നികത്തിയാണ് ടെർമിനലും പ്ലാറ്റ്ഫോമും നിർമ്മിക്കുന്നത്. കൂടാതെ 4 കിലോമീറ്റർ നീളത്തില് കരയിൽ നിന്ന് 300 മീറ്റർ കടലിനുള്ളിൽ ബ്രേക്ക് വാട്ടർ നിർമ്മിക്കാനും പോകുന്നു. കടലോരവാസികളെ കഴിയുന്നത് ശല്യപ്പെടുത്താതെ കടലിനുള്ളിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നതെന്ന് ഇതിന്റെ നിർമ്മാതാക്കൾ ആവർത്തിച്ച് പറയുന്നു. എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചും കൂടി ഗൗരവമായി ബന്ധപ്പെട്ടവർ ചിന്തിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഒരു ഭാഗത്ത് കടൽ നികത്തുമ്പോൾ മറുഭാഗത്ത് കടൽ കയറുമെന്ന് ആർക്കാണ് അറിയാത്തത്? മുതലപ്പൊഴി അഴിയാക്കിയതിൻ്റെയും തേങ്ങാപ്പട്ടണം തുറമുഖമാക്കിയതിൻ്റെയും വിഴിഞ്ഞത്ത് തന്നെ ഒരു ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചതിൻ്റെയും ദുരന്ത ഫലങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. ഇവരെയൊക്കെ അധിവസിപ്പിക്കുവാൻ എന്തെങ്കിലും കാര്യക്ഷമമായ പദ്ധതികൾ ഉണ്ടായിട്ടുണ്ടോ? പകൽ പോലെ വ്യക്തമായി ഈ അനുഭവങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കടൽ കയറുമ്പോൾ വീടും തീരവും ജീവിത സൗകര്യങ്ങളും നഷ്ടപ്പെടുന്നവരെ പുനരധിവസിക്കുവാനുള്ള പരിഹാര മാർഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് വികസന വിരോധികളായിട്ട് തീരുന്നത്? വീണ്ടും ഈ പദ്ധതി അനുസരിച്ച് തെക്ക് ഭാഗത്ത് 400 മീറ്റർ ആഴത്തില് ഡ്രഡ്ജിങ് നടത്തി കപ്പൽ ചാൽ നിർമ്മിക്കാൻ പോകുന്നു. ഇനി ഈ പ്രദേശത്തോടു കൂടിയായിരിക്കും കപ്പലോട്ടവും. ഇത് കാരണം ഒരു നല്ല പരിധിവരെ ഈ പ്രദേശത്ത്, അതായത് പൂവാർ മുതൽ വിഴിഞ്ഞം വരെയുള്ള ആ പ്രദേശങ്ങളിൽ തെക്ക് ഭാഗത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് തടയപ്പെടും. ഇതിനു പുറമെ ഈ പദ്ധതി പ്രദേശത്തെ മത്സ്യബന്ധന നിരോധന മേഖലയായി പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. ഇതിന്റെ ഫലമായി ഈ ഭാഗത്ത് 10,000-കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗതമായ ഉപജീവന മാർഗമാണ് ഇല്ലാതാകാൻ പോകുന്നത്. മത്സ്യബന്ധനം അസാധ്യമാകുന്ന ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളിയുടെ പുനരധിവാസം ഉറപ്പാക്കുന്ന വ്യക്തമായിട്ടുള്ള വകുപ്പുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് വികസന വിരോധികളായിട്ട് തീരുന്നത്? വീണ്ടും സുനാമി വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചുവെന്ന് അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മളൊക്കെ. നമ്മുടെ തീരക്കടലിൽ മത്സ്യസമ്പത്ത് ഏറെ കുറഞ്ഞതായിട്ട് മത്സ്യത്തൊഴിലാളികൾക്കറിയാം. വിഴിഞ്ഞം പദ്ധതി ഇന്ന് വിഭാവനം ചെയ്യുന്ന
ഡ്രഡ്ജിങ്ങിലൂടെയും കപ്പൽ ഗതാഗതത്തിലൂടെയും കടൽ പരിസ്ഥിതിയിൽ ഗൗരവമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും മത്സ്യസമ്പത്ത് വളരെയേറെ കുറയുകയും ഇത് മത്സ്യത്തൊഴിലാളികളെ വറുതിയിലാക്കുകയും ചെയ്യുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഇങ്ങനെ വിഭവ ശോഷണം മൂലം മത്സ്യ ലഭ്യത കുറയുകയും ക്രമേണ തൊഴിലില്ലാതാവുകയും ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പോർട്ടുമായി ബന്ധപ്പെട്ടും അല്ലാതെയും വരുന്ന തൊഴിലുകൾ നേടുന്നതിന് പരിശീലനം നൽകുകയും അതിനായി അവർക്കായി ഒരു നിശ്ചിത ശതമാനം തൊഴിൽ അവസരങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതെങ്ങനെ ഞങ്ങളെ വികസന വിരോധികളാക്കി തീർക്കും? ഇപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതിയിലൂടെ വ്യാപകമാകാൻ പോകുന്ന കപ്പൽ ഗതാഗതത്തിന്റെ ഫലമായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്കും അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും അപകടവും നാശനഷ്ടങ്ങളും ഉണ്ടാകാൻ ഏറെ സാധ്യതകൾ കാണുന്നുണ്ട്. ഇത്തരം അപകടങ്ങൾ ദൂരീകരിക്കുന്നതിനോ ഈ സാഹചര്യങ്ങളിൽ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുന്നതിനോ അനുയോജ്യമായ നിയമനിർമ്മാണ നിർദ്ദേശങ്ങളൊന്നും തന്നെ പഠന റിപ്പോർട്ടുകളിൽ കാണുന്നില്ല. അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായിട്ടുള്ള സംരക്ഷണ വ്യവസ്ഥകൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ വികസന വിരോധികളായിട്ട് തീരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി വേണ്ടെന്നോ അതുമായി മുന്നോട്ട് പോകരുതെന്നോ ഞങ്ങൾ പറയുന്നില്ല. അതുമായി സാധ്യമായ രീതികളെല്ലാം സഹകരിക്കുന്ന ആ മനോഭാവം തന്നെയാണ് ഞങ്ങൾക്ക് ഇന്നുമുള്ളത്. എന്നാൽ ഈ പദ്ധതിയുടെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ പോകുന്ന ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളെ തൃണവൽക്കരിച്ചുകൊണ്ട് അവരുടെ അജ്ഞതയും അവശതയും ചൂഷണം ചെയ്തുകൊണ്ട് ഉചിതമായ പരിഹാര മാർഗങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്താതെ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകരുത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ പദ്ധതി ഏത് വിധേനയും നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ കരുത്തും ശേഷിയും നിശ്ചയദാർഢ്യവും പൂർവമായ സമീപന രീതികളൊക്കെ ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. പൊതുജനം ഈ പദ്ധതിയെ എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നുവെന്ന് അവബോധവും ഞങ്ങൾക്കുണ്ട്. സാധ്യമായ രീതികളിലെല്ലാം സഹകരിക്കാനും ത്യാഗങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്. അതേസമയം തന്നെ ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. വിജയമോ പരാജയമോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. ഉത്തരവാദിത്വപ്പെട്ടവർ ഞങ്ങളെ മനസ്സിലാക്കിയാൽ ഞങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി തീരും. അതല്ലെങ്കിൽ ഞങ്ങളപ്പാടെ തൂത്തെറിയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്തിനും തയ്യാറായിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ സംഘടിതമായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാം. ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഓർക്കണം, കൊച്ചി കണ്ടെയ്നർ ടെർമിനൽ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ 316 കുടുംബങ്ങളെ മൂലമ്പള്ളിയിൽ നിന്നുൾപ്പെടെ മാറ്റിപ്പാർപ്പിച്ചപ്പോൾ ഇന്നും അവർ തെരുവിൽ കഴിയുകയാണ്. അവരുടെ പുനരധിവാസത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാരുകൾ നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ല. അത് വിഴിഞ്ഞത്ത് ആവർത്തിക്കരുതെന്നാണ് നമ്മുടെ ആവശ്യം. ഈ രാജ്യത്ത് കടലിന് ആഴം കൂട്ടുമ്പോൾ, കടലിൽ പുതിയ ഭിത്തികൾ നിർമ്മിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം മറ്റു മേഖലകളിൽ ആഞ്ഞടിക്കുമെന്ന് മനസ്സിലാക്കാത്ത ഒരു മത്സ്യത്തൊഴിലാളി ഇവിടെയില്ല. അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി സമൂഹം ഈ സമരത്തിന് വന്നിട്ടുള്ളത്. ഈ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ നിഷ്കാസനം ചെയ്യുന്ന അധികാരികളുടെ ഈ കടുത്ത നിലപാടിനെതിരെയാണ് നമ്മുടെ സമരം. ഈ സമരത്തിൽ പക്ഷം ചേരാൻ എല്ലാ വിഭാഗം ജനങ്ങളോടും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഞങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രാവർത്തികമാകുന്നതിന്റെ ഫലമായി അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹം ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആ ആശങ്ക അകറ്റാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് രണ്ടുപക്ഷമില്ല. അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ചും ആശങ്കകളെ സംബന്ധിച്ചും അത് സമചിത്തയോടുകൂടി സമീപിച്ച് അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്നുറപ്പ് നൽകാൻ ഈ അവസരം ഞാൻ വിനിയോഗിച്ചുകൊണ്ട്
നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഈ ധർമ്മസമരത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാനും എൻ്റെ പ്രസ്ഥാനവും ഉണ്ടാകും എന്നുറപ്പ് നൽകാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിച്ചുകൊണ്ട് ഈ ധർണയ്ക്ക് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. ഈ അദാനി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിലെ വലിയ വ്യവസായി മുടക്കുന്നത് 2400 പരം കോടി രൂപ മാത്രമാണ്. 4500 കോടിയിൽ പരം രൂപ മുടക്കുന്ന ഗവൺമെന്റിന് എന്തുകൊണ്ടാണ് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു പാക്കേജ് കൂടെ പ്രഖ്യാപിക്കാൻ കഴിയാതെ പോകുന്നത് എന്നുള്ള ഗൗരവതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിമന്യ തിരുമേനി ഇവിടെ ഉയർത്തിയിട്ടുള്ളത്. അത് തികച്ചും ന്യായമാണ്, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദുരിതം പേറുന്നതായിട്ടുള്ള, വിഷമം അനുഭവിക്കുന്നതായിട്ടുള്ള, തൊഴിൽ നഷ്ടപ്പെടുന്നതായിട്ടുള്ള, ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നതായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംരക്ഷണം സുസാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് ബാധ്യതയുണ്ട്. ആ ബാധ്യത കൂടെ നിർവഹിച്ചുകൊണ്ട് തന്നെയാകണം ഗവൺമെന്റ് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഈ ആവശ്യം ഉന്നയിച്ച് നിങ്ങൾ നടത്തുന്ന ഏത് പ്രക്ഷോഭത്തിനും, ഏത് സമരത്തിനും, ഏത് ബഹുജന പ്രസ്ഥാനത്തിനും ഞങ്ങളുടെ പിന്തുണയുണ്ടാകും. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇതുപോലുള്ള വൻകിട വ്യവസായങ്ങളും നമ്മുടെ രാജ്യത്ത് എവിടെയെല്ലാം ആരംഭിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പാവപ്പെട്ട ജനവിഭാഗങ്ങളെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന, അവരുടെ ജീവനും സ്വത്തിനും ഒരു പരിരക്ഷയും നൽകാതെ അവഗണിക്കുന്ന പ്രവണതയാണ് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ വിഴിഞ്ഞം തുറമുഖത്തും ആവർത്തിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സമീപനമാണെന്നാണ് ഇതുവരെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അധികാര സ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ആ അധികാര സ്ഥാനങ്ങളിൽ നിന്നും ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകളും അഭിപ്രായങ്ങളും തീരുമാനങ്ങളുമാണ് ഇന്ന് നമ്മെ ഇത്തരം ഒരു സമരം നടത്തുവാനും ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമ്മേളിക്കുവാനും ഇടയാക്കിയതെന്നുള്ളതാണ് വസ്തുത. ഇവിടെ പാക്കേജിനെ കുറിച്ച് സൂചിപ്പിച്ചു. സത്യത്തിൽ എനിക്ക് ആശങ്കയാണ്. പാക്കേജുകൾ ഒരു സ്ഥലത്ത് പ്രഖ്യാപിക്കുകയും ഗവൺമെന്റ് അവരിച്ഛിക്കുന്ന രീതിയിൽ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യും. എന്നിട്ട് അതിൽ വിധേയരാകുന്ന ആ വ്യവസായവുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാർ ഒടുവിൽ പാർശ്വവൽക്കരിക്കപ്പെടും. അവർ ഒരു അധികാരവുമില്ലാതെ, ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതെ തെരുവ് രീതികളിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വാസ്തവത്തിൽ ആ ഒരു സമീപനമാണ് ഈ വിഴിഞ്ഞം ഹാർബറുമായി ബന്ധപ്പെട്ടും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് വളരെ ആശങ്കയോടുകൂടിയാണ് ഞാൻ കാണുന്നത്. ഈ വിഴിഞ്ഞം തുറമുഖം വരുമ്പോഴും ഉണ്ടാകാൻ പോകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ നിലവിലുണ്ടാകും. അത് നമ്മളെ വളരെയേറെ പ്രയാസങ്ങളിൽ അനുഭവിപ്പിക്കുന്ന ഒരു ജനവിഭാഗങ്ങളായി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സമരത്തിൽ പങ്കെടുത്ത മത്സ്യത്തൊഴിലാളികൾക്കും അതല്ലാത്ത പൊതുജനങ്ങൾക്കും എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിച്ചു. ഞാൻ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഒരുപാട് പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾ എനിക്കറിയാം. ഗവൺമെന്റ് ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ, ഗവൺമെന്റ് ഒരു പാക്കേജ് ഉണ്ടാക്കിയാൽ ആ പാക്കേജിന്റെ എന്തൊക്കെ ചെയ്യണം എന്ന് മറ്റൊന്നും നോക്കേണ്ട. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. പിതാവിന്റെ നേതൃത്വത്തിൽ ഈ വിഴിഞ്ഞം ഹാർബറുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഈ സമരത്തിൽ ഏതറ്റം വരെയും പിതാവിനോടൊപ്പം നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. ഒരു കാര്യം തീർത്തു പറയാം, ഞങ്ങൾ ഇനി ചർച്ചയ്ക്ക് വേണ്ടി സർക്കാരിനെ സമീപിക്കാൻ പോകുന്നില്ല. ഞങ്ങളോട് ഇവിടെയുള്ള ജനം ചോദിച്ചത് എന്താണെന്ന് അറിയാമോ? ഇത്ര വൈകിട്ടാണോ നിങ്ങൾ സമരം ചെയ്യുന്നതെന്ന്. വളരെ സംയമനത്തോടുകൂടി ഒരു വികസന പദ്ധതി ഈ നാട്ടിൽ വരുന്നത് കുറെ പേർക്കെങ്കിലും ഗുണപ്പെടുന്നെങ്കിൽ ഗുണപ്പെടട്ടെ എന്ന് പറയുകയും, പ്രത്യേകിച്ച് അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ വികസനത്തിന് ഞങ്ങൾ എതിരില്ല എന്ന് പറയാൻ വേണ്ടി വലിയൊരു ത്യാഗം സഹിച്ചതിനെ ഞങ്ങളുടെ ബലഹീനതയായി കാണരുത് എന്ന് പ്രഖ്യാപിക്കുവാനാണ് ഞാൻ അവസരം പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി 2 മന്ത്രി പ്രതിനിധികളെ ഷിബു ബേബി ജോണിനെയും ബാബുവിനെയും പിതാവിന്റെ അടുക്കിലേക്ക് അയച്ചു. അവര് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണാമെന്ന് പറഞ്ഞു പോയിട്ട് ഏതാണ്ട് 1 മാസമായി. ബാബു ഉറക്കത്തിലായിരിക്കും. ഉറക്കത്തിൽ കാണുന്ന ഈ സ്വപ്ന പദ്ധതിയെ
ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം. യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തെ അദാനിക്ക് വിൽക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി വരുമ്പോൾ അതിൻ്റെതായ പരിണിത ഫലങ്ങളുടെ തിക്തത അപ്പാടെ അനുഭവിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാവപ്പെട്ട മീൻപിടുത്തക്കാരാണ്. ആ മീൻപിടുത്തക്കാർക്ക് ഒരു പാക്കേജ് നൽകണം എന്നുള്ള ബന്ധപ്പെട്ട രൂപതയുടെയും അതുപോലുള്ള മത്സ്യത്തൊഴിലാളികളുടെയും ആവശ്യം അത് ചർച്ച ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള യാതൊരു മുൻകൈയും എടുക്കാതിരിക്കുന്നത് തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. ആ തെറ്റിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. മത്സ്യത്തൊഴിലാളി യൂണിയനുകളുടെ എല്ലാവിധമായ പിൻബലവും പിന്തുണയും ഈ സമരത്തിനും ഈ നിർദ്ദേശത്തിനും പിന്നിലുണ്ടാവും എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ സംഭരിക്കുന്നു. ഇന്ന് വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖം പണി ആരംഭിച്ചതിന് ശേഷം തൊട്ടടുത്ത് കിടക്കുന്ന പനത്തുറയില് ഇന്നിരിക്കുന്ന ശ്രീകോവിൽ എന്ന് പറയുന്ന ആ കോവില് 4ാമത്തെ കോവിലാണ്. 1.5 കിലോമീറ്റർ പടിഞ്ഞാറിരുന്ന കോവില് ഘട്ടം ഘട്ടമായി ഇന്ന് കാർന്നു തിന്നുകൊണ്ട് ഇന്ന് 4ാമത്തെ കോവലായി അവശേഷിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഭയം 5, 6, 10 കൊല്ലം കഴിയുമ്പോൾ പൂന്തുറയിലെ ദേവാലയം അവിടെ ഉണ്ടാകുമോ എന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഞങ്ങളുടെ ചാളവലയും അയിലവലയും നെത്തോലുവലയും കമ്പാവലയും എന്തിനേറെ പറഞ്ഞ് ഞണ്ടുവല പോലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അടിമലത്തുറ മുതൽ പ്രദേശത്തെ മത്സ്യമേഖലയാകെ ഇല്ലാതാകാൻ പോകുന്നത് ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കണമോ? ഇന്ന് നിലവിലുള്ള മത്സ്യബന്ധന ഹാർബർ പോലും തക്കമാകുമോ എന്നതും ഞങ്ങളുടെ ആശങ്കയാണ്. അത് തേങ്ങാപ്പട്ടണത്തിൽ ഹാർബർ ഉള്ളപ്പോൾ ഇപ്പോൾ വള്ളവളയിൽ ഞങ്ങോട്ട് പോകാൻ നിർവർത്തിയില്ല. റോഡ് പോയി 1.5 കിലോമീറ്റർ. നമ്മുടെ തൊട്ടടുത്ത് മുതലപ്പുഴി ഹാർബർ വന്ന് പെരുമാതുറ പ്രദേശത്ത് കരയുണ്ടായി. താഴമ്പള്ളിയിൽ ഇനിയിപ്പോ ആ പാലം നിർമ്മിച്ചത് സംരക്ഷിക്കുവാൻ ആ റോഡ് സംരക്ഷിക്കണമെങ്കിൽ വേറെ പണി നോക്കണം. അത്ര ഗതികേടാണ്. താഴമ്പള്ളിയിൽ കണ്ടമ്പവല പോയി, നെത്തോലി വല പോയി, അയിലവല പോയി, ചാറവല പോയി. ഇപ്പൊ അതുകൊണ്ട് എന്താണ് അവർ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? അടക്കം കൊല്ലി വലയുമായിട്ട് വന്നിരിക്കുകയാണ്. അത്ര ഗതികേടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങളുടെ കര സംരക്ഷിക്കുവാനുള്ള, ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിലുള്ള സാഹചര്യം സംരക്ഷിക്കുവാനുള്ള പാക്കേജാണ് വേണ്ടത്. നിങ്ങളുടെ നക്കാപ്പിച്ച ഞങ്ങൾക്ക് വേണ്ട. മത്സ്യത്തൊഴിലാളിയുടെ ആശങ്ക ദൂരീകരിക്കാതെ നിങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ 17-ാം തീയതി മുതൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാകുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കാനെന്ന മുഴുവൻ തൊഴിലാളികൾക്കും സഹോദരി സഹോദരന്മാർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ പിതാവിന്റെ മുഖത്തോട്ടൊന്ന് നോക്കണം. ഇതുപോലൊരു പാവം, ആർക്കും ശല്യമില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? പക്ഷെ അദ്ദേഹത്തിന്റെ ശക്തിയാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ. ഈ ശക്തിയെ ഉപദ്രവിച്ചാൽ, ഈ ശക്തിയെ വേദനിപ്പിച്ചാൽ അദ്ദേഹം ഇങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ മുഖം മാറും എന്ന് ഈ ഭരണാധികാരികൾ 17-ാം തീയതിക്ക് മുൻപായി ആ തീരുമാനം എടുത്തില്ലെങ്കിൽ 17-ാം തീയതി കഴിഞ്ഞാൽ കുലാസച്ചൻ പറഞ്ഞതുപോലെ ഇവിടെ കുറെ കേരളത്തിൽ സംഭവിക്കും പലതും. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഇവിടെ പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. ഇവിടെ സൂചിപ്പിച്ചു, വല്ലാർപാടം പദ്ധതി ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ്. എത്രയോ കോടികൾ മുടക്കി. ഇപ്പൊ എന്തായി? ഒരു ബോട്ട് പോലും അവിടെ വന്നിട്ടില്ല. ഇതുവരെ ഒരു ബോട്ട് പോലും അവിടെ വന്നിട്ടില്ല. അതുപോലെയാണ് വിഴിഞ്ഞം. നിങ്ങളൊക്കെ പറയുന്നു ഇതൊരു വലിയ സ്വപ്ന പദ്ധതി. ആയിക്കോട്ടെ, പിതാവ് പറഞ്ഞല്ലോ, ആയിക്കോട്ടെ, ഞങ്ങൾ എല്ലാ പിന്തുണയും തരാം. പക്ഷേ അവിടുത്തെ കുറെ കക്ക തൊഴിലാളി മാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ജനമാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സ്നേഹിതരെ. പിതാവിന്റെ സുസമക്യ പിതാവിന്റെ ശക്തി 17-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും കൂടി കാണിച്ചു കൊടുക്കണം. ഇവിടുത്തെ ഭരണാധികാരികൾ ഇത് കണ്ട് ഞെട്ടണം, ഇത് കണ്ട് ഞെട്ടിത്തരിക്കണം. യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇനിയും ഇവിടെ വരേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ്.
ഇവിടെ മാത്രമല്ല വിഴിഞ്ഞം പ്രദേശത്ത് തന്നെ നമ്മൾ ദീർഘകാലം സമരത്തിൽ ഏർപ്പെടുമെന്നുള്ളതും തീർച്ചയാണ്. കാരണമുണ്ട്. ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് നമ്മളെ അറിയിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നമ്മുടെ വികാരി ജനറലിനെ 10 ദിവസം മുമ്പ് കണ്ടു പറഞ്ഞതാണ്, ചോദിച്ചിട്ട് പറഞ്ഞല്ല, വിളിച്ചു പറഞ്ഞതാണ്. ഞാൻ ഉടനെ തന്നെ മന്ത്രി ബാബുവിനെയും മറ്റു മന്ത്രിമാരെയും കൊണ്ട് അടിയന്തരമായിട്ടുള്ള യോഗം വിളിച്ചു കൂട്ടുമെന്ന്. 10-12 ദിവസമായി അദ്ദേഹം ഉറക്കത്തിലാണ്. അതുകൊണ്ട് ഏറ്റവും അവസാനമായി തുടർ സമര പരിപാടികളിലേക്കുള്ള നടപടിക്രമങ്ങളുമായി പോകേണ്ടി വരുമെന്നുള്ള ഓർമ്മയോടുകൂടി നമുക്ക് ഈ സമരത്തിന്, ഈ ധർണയിൽ പങ്കെടുത്ത് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. അഭിമന്യ പിതാവ് 2-ാം തീയതി ഇറക്കിയ ഇടയലേഖനം ഈ അടുത്ത ഞായറാഴ്ച എല്ലാ രൂപതകളിലും വായിക്കപ്പെടുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. തിരുവനന്തപുരം പ്രദേശത്തെ ഈ വിഷയം അങ്ങ് മലനാട്ടിലും ഇടനാട്ടിലും മറ്റു തീരപ്രദേശങ്ങളിലുള്ള ഇടവകളിൽ വായിക്കുകയും ജനങ്ങൾ അത് മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ വീണ്ടും സമരരംഗത്തേക്ക് വരുവാൻ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്ററ്റം വരെയുള്ള ജനങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ പാവപ്പെട്ട മത്സ്യമേഖലയിലുള്ള ആളുടെ കാര്യത്തിൽ അടിയന്തരമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ട് പ്രസരപര്യായം പരിഹരിക്കാനും എന്താണ് പ്രസരമെന്ന് സൂസപ്പാക്യം പിതാവുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം പട്ടണത്തിൽ നമുക്ക് മത്സ്യമേഖലയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനത്തെ എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ വന്ന എല്ലാവരെയും ഞാൻ നാരസഭയ്ക്ക് വേണ്ടി ആശംസകൾ നേർന്നു, അനുമോദിക്കുന്നു, നിർത്തുന്നു. കേരള ഉപതി സംഘടിപ്പിച്ച ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ മുഖ്യമന്ത്രി പറയുകയുണ്ടായി, 220 കോടി രൂപ മത്സ്യ പാക്കേജിന് ഫിഷറീസ് മേഖലയിലേക്ക് പാക്കേജ് തന്നിരിക്കുന്നു. 128 കോടി രൂപ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതിന് വ്യക്തതയില്ല. മെനഞ്ഞാന്ന് പ്രസ് ക്ലബിൽ നടത്തിയ കേരള ഉപതി സംഘടിപ്പിച്ച ആ പരിപാടിയിൽ 220 കോടി രൂപ ഉടനെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. കാരണം ഇന്നത്തെ പത്രത്തിൽ അത് വരും. അതുകൊണ്ട് അപ്പൊ നമ്മളെ കളിപ്പിക്കുന്നതിന് ഒരു മര്യാദ വേണം, ഒരു മാന്യത വേണം. ഈ സമൂഹത്തെ നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാതെ ഇവിടെ ആർക്കും നിൽക്കാൻ സാധിക്കില്ല. കാരണം അത്ര സംഘടിതമായി അത്ര ഇന്നത്തെ പ്രശ്നങ്ങൾ, നമ്മുടെ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ, നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന അവസ്ഥകൾ നേരിട്ട് ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ സമര പരിപാടിയാണ് നേരത്തെ തോമസ് അച്ഛൻ പറഞ്ഞതുപോലെ, കുലാസ് അച്ഛൻ പറഞ്ഞതുപോലെ, സമരമാണെങ്കിൽ ഇത് അതിജീവനത്തിന്റെ സമരമാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ചിലപ്പോ നമ്മള് വളരെ സമരത്തിന്റെ രൂപം തന്നെ മാറ്റി പല മേഖലകളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതായിട്ട് വരും. മുഴുവൻ ആളുകളും ഈ തിരുവനന്തപുരം അതിരൂപതയിലെയും കേരളത്തിലെയും KCBCയുടെ അടക്കമുള്ള എല്ലാ ആൾക്കാരുടെയും അംഗീകാരം ഇതിനുണ്ട്. ഇതിന് പിന്തുണയുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയുണ്ട്, ജനങ്ങളുടെ പിന്തുണയുണ്ട്. അത് ആർജിക്കുന്നതിന് ഈ സമരം ആവർത്തിക്കുന്ന നിങ്ങളുടെ പ്രദേശങ്ങളിൽ പോകുമ്പോൾ ഇതിനുവേണ്ടി അവരോടൊപ്പം സംസാരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. വിഴിഞ്ഞത്തല്ല നിൽക്കുന്നത്, മത്സ്യത്തൊഴിലാളികളെ നിൽക്കുന്ന ദിനമാണ്. അതിന് ഞങ്ങൾ കൂട്ടുനിൽക്കുകയില്ല. ഞങ്ങൾ ഇതുവരെ വികസനത്തിനെതിരായിരുന്നില്ല. ഇനി ഞങ്ങൾ
നന്ദി. ഇതൊരു സൂചനാ സമരമാണ്. മാക്സിമം ഒരു 3000 പേരെ പങ്കെടുപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഈ വിമർശകരായിട്ടുള്ള എല്ലാവരും ഇതൊന്ന് എണ്ണി നോക്കണം, എത്ര 1000 ജനങ്ങൾ വരുമെന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സമരത്തിന്റെ ഇനിയുള്ള സമരങ്ങളുടെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഈ നടത്തുന്ന സമരം തിരുവനന്തപുരം രൂപതയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഉള്ള സമരമാണ്. വിഴിഞ്ഞം പദ്ധതി നടപ്പിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. ആ നഷ്ടങ്ങൾ നിശ്ചയിച്ച് സ്ഥിരമായി സംവിധാനമുണ്ടാക്കി അത് പരിഹരിക്കുവാനുള്ള സംവിധാനം ഈ ഗവൺമെന്റ് ഉണ്ടാകണം. ഈ സമരത്തിന് രാഷ്ട്രീയമില്ല. കാരണം ഈ സമരത്തിന് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കാൻ ഈ സമൂഹത്തിന് മുഴുവൻ രാഷ്ട്രീയ ഭേദമന്യുള്ള സാമൂഹ്യ പ്രവർത്തകരുണ്ടാകും. അതോടൊപ്പം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഉണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. ബഹുമാനപ്പെട്ട ആരാധ്യനായ പിതാവേ, പ്രിയമുള്ള തീരദേശത്തെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളെ, ചെന്നൈ ഹരിത ട്രൈബ്യൂണലിൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്ത വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. എന്തിനാണ് ഞാൻ കേസ് കൊടുത്തത് നിങ്ങൾക്കറിയാമോ? 1970 കാലഘട്ടങ്ങളില് വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖം നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ പൂന്തറ മുതൽ പരത്തറ മുതൽ വലിയ നിലയിലുള്ള തീരം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ വെസൽ നടത്തിയ L&T റാംബോ നടത്തിയ ഏഷ്യൻ കൺസൾട്ടന്റ് എഞ്ചിനീയറിംഗ് നടത്തിയ പഠനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, വിഴിഞ്ഞം പദ്ധതിക്കായി, വിഴിഞ്ഞം തുറമുഖത്തിനായി, മത്സ്യബന്ധന തുറമുഖത്തിനായി 400 മീറ്ററുള്ള പുലിമുട്ട് നിർമ്മിച്ചപ്പോൾ പരത്തറ മുതൽ വലിയതറ വരെയുള്ള 220 മീറ്റർ കടൽ തീരം നഷ്ടപ്പെട്ടു. വെറും 1 കിലോമീറ്റർ ചുറ്റളവില് 20,000-ലധികം മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജനസാന്ദ്രതയുള്ള ഒരു തീരപ്രദേശമാണ് പൂന്തറ. ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? 66 ഏക്കർ കടൽ, അതായത് 139 ഏക്കർ കടൽ നികത്തി കര സൃഷ്ടിക്കുന്ന ഗവൺമെന്റിന് ഈ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭൂമി കര തിരിച്ചു തരാൻ കഴിയുമോ? അത് കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ എനിക്ക് പറയാനുള്ളതാണ്, നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച്, അതായത് എന്റെ അനുഭവം, ഇവിടുത്തെ പൂർവികരുടെ അനുഭവം, ഏകദേശം 500 മീറ്ററോളം തീരം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പൂന്തറക്കാരായ മുതിർന്ന ആളുകൾക്ക് അറിയാൻ കഴിയും, നമ്മൾ 220 മീറ്റർ അല്ല 500 മീറ്ററോളം തീരം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഈ പറയുന്ന പാക്കേജുകൾക്കോ ഈ പറയുന്ന ഒത്തുതീർപ്പുകൾക്കോ അത് നമ്മളെ സമാധാനപ്പെടുത്താൻ കഴിയുമോ, തൃപ്തിപ്പെടുത്താൻ കഴിയുമോ? സുഹൃത്തുക്കളെ, ഇവിടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന ഈ സർക്കാരിന്റെ പദ്ധതിയെ, അല്ലെങ്കിൽ ഈ വരുന്ന മാറി മാറി വരുന്ന സർക്കാരുകൾ നമ്മളോട് കാണിക്കുന്ന ഈ അവഗണന, ഈ സ്വപ്ന പദ്ധതി എന്ന് പറയുന്ന നമ്മുടെ നഷ്ടക്കച്ചവടം അല്ലെങ്കിൽ നമ്മുടെ ദുസ്വപ്നമായി മാറിയിരിക്കുന്ന വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് പോയാൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ദുരിതങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഈ ദുരിതങ്ങൾ നേരിടാൻ എത്രയും മാത്രം താങ്ങാനുള്ള ശക്തി നമ്മുടെ തീരത്തിനുണ്ടോ, മത്സ്യത്തൊഴിലാളികൾക്കുണ്ടോ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളതാണ്, ഇത്തരത്തിലുള്ള ഒരു പാക്കേജും നമ്മളെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് സർക്കാർ ആദ്യം പാക്കേജ് സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ തീരത്ത് നഷ്ടപ്പെടാൻ പോകുന്ന നഷ്ടം എന്തുമാത്രം നഷ്ടമാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ ഒരു ഉദാഹരണം ചോദിച്ചോട്ടെ. 220 മീറ്റർ നീളത്തിൽ കര നഷ്ടപ്പെടുമ്പോൾ, ഈ 4000 മീറ്ററുള്ള പുലിമുട്ട് നിർമ്മിക്കുമ്പോൾ, ഈ വേളി വരെ, വലിയ വേളി വരെ, അല്ലെങ്കിൽ പെരുമാതുറയുള്ള തീരം ഏകദേശം 300-400 വീതിയിൽ 7-8 കിലോമീറ്റർ നീളത്തിൽ തീരം നഷ്ടപ്പെട്ടാൽ ആ തീരം തിരിച്ചു കൊടുക്കാൻ ഈ പറഞ്ഞ പാക്കേജുകൾക്ക് കഴിയുമോ? പദ്ധതിക്ക് വേണ്ടി 7,525 കോടി ചെലവാക്കുമ്പോൾ അതിന്റെ 2 ഇരട്ടി വേണ്ടി വരും നമ്മുടെ ഈ പാക്കേജ് നടപ്പിലാക്കാൻ. പ്രിയമുള്ളവരെ, ഞാൻ അധികമായി ഒന്നും പറയുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പിതാക്കന്മാരെയും ഇവിടുത്തെ പൊതുപ്രവർത്തകരെയും ചർച്ചയ്ക്കായി വിളിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ പദ്ധതി, നമ്മുടെ ആശ്വാസ പദ്ധതി, നമ്മുടെ തീരം സംരക്ഷിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ പദ്ധതി തുറന്നു കൊണ്ടുപോകാൻ മത്സ്യത്തൊഴിലാളികളായ നമ്മൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ അടുത്ത കാലത്ത് പശ്ചിമഘട്ടത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ.
ആ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടുത്തെ ബിഷപ്പന്മാരെ കാണുകയും അവരുമായിട്ട് ചർച്ച നടത്തുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കുപോക്കുകളെല്ലാം സംഘടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ ഒരു കാര്യം വന്നപ്പോൾ, തീരത്തിന്റെ ഒരു കാര്യം വന്നപ്പോൾ എവിടെയാണ് മുഖ്യമന്ത്രിക്ക് സമയം എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം പറയുകയാണ്. അവസാനമായി ഈ അദാനി ലോഡ് കണക്കിന് 100 കണക്കിന് പാറകൾ കൊണ്ട് നിറയ്ക്കാൻ പോകുകയാണ് വിഴിഞ്ഞം. ഈ പാറകൾ എവിടെ കൊണ്ട് നിറയ്ക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആകാശത്തൂടെ കൊണ്ടുവന്ന് നിറയ്ക്കുമോ? ഒരിക്കലുമില്ല. തീരത്തൂടെ തന്നെയാണ് ഈ പാറകൾ കൊണ്ടുപോകുന്നത്. ഒരു കാര്യം ഉമ്മൻചാണ്ടി സർക്കാരിനെ ബോധിപ്പിക്കുകയാണ്, ഒരു നിമിഷമെങ്കിലും ഞങ്ങളോട് ചർച്ച നടത്താനും ഇതിന് പരിഹാരം ഉണ്ടാക്കാനും ശ്രമിക്കുന്നില്ലെങ്കിൽ ഒരു ലോഡ് കല്ല് പോലും വിഴിഞ്ഞത്ത് വീഴുകയില്ല എന്ന് അസന്നിഗ്ധമായി ഈ സമ്മേളനം പ്രഖ്യാപിക്കുന്നുവെന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ആശംസ പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ആമേൻ വിളിക്കുവാൻ മാത്രമല്ല ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തും ഈ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിലും നിരന്തരം സമരം ചെയ്യുവാനും നമുക്ക് സാധിക്കുമെന്ന് ഈ അവസരത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഭാവി പരിപാടികൾക്ക് എല്ലാവരും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അഭിനന്ദി അസ്വസ്ഥപാക്യം പിതാവിന് ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാവരുടെയും പേരുള്ള ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൃത്യം സമയത്ത് എത്തിച്ചേർന്ന് ഇത്രയും സമയം നമ്മളോടൊപ്പം ആയിരുന്ന നിങ്ങൾ എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. കേരള ജനത്തിൻ വായടച്ച് കേരള ജനത്തിൻ വായടച്ച് കടലിൻ മക്കളെ കുടിയിറക്കി കടലും കരയും തീരെഴുതി അദാനിക്ക് തീരെഴുതി നാട് മുടിക്കാൻ പോകുന്നേ. സൂചനയാണിത്, സൂചനയാണ്. സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും. വേണ്ട പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ദാരിദ്ര്യമൊക്കെ ഇതുകൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. രാജ്യത്തിനൊരു സുസ്ഥിതി, വലിയ ഒരു സാമ്പത്തിക മുന്നേറ്റം വരുമെന്നൊക്കെ പറയുന്നു. ഒരു പിടി ആളുകൾക്കാണത്, പാവങ്ങൾക്കല്ല മുന്നേറ്റം വരാൻ പോകുന്നത്. ഒരു പിടി വൻതോക്കുകൾക്ക്, കോർപ്പറേറ്റുകൾക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകും. എന്താണ് വികസനം എന്ന് സമ്പൂജ്യനായ മാർപ്പാപ്പ തന്നെ പറയുന്നുണ്ട്. മനുഷ്യന് ജീവിക്കാനുള്ള ആഗ്രഹം വളരെയധികമാണ്. സമാധാനമായിട്ട് ജീവിക്കണം, അവനവന്റെ തൊഴിൽ ചെയ്യണം. അതിനപ്പുറം വലിയ വലിയ സമ്പത്തിന്റെ വലിയ കൂടാരങ്ങൾ ഉണ്ടാക്കിയാൽ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രകൃതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തിരിച്ചടിക്കും, അധികം വൈകലില്ല എന്നുള്ളതും അവിടുത്തെ മാത്രം വാക്കുകളല്ല, ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കടൽ വളരെ നിശബ്ദമായി മണ്ണ് പോലെ സഹിക്കുന്ന ഒന്നല്ല. പർവ്വതങ്ങളും അതുപോലെ തന്നെയാണ്, മിണ്ടാതെ സഹിക്കയില്ല. അവർ തിരിച്ചടിക്കും. ആ തിരിച്ചടി ഭയങ്കരമായിരിക്കും, അതിഭയാനകമായിരിക്കും. തിരിച്ചടി എവിടെയായിരിക്കുമെന്ന് അറിയാനൊക്കില്ല. നമ്മുടെ അളവുകളല്ല പ്രകൃതിയുടെ അളവുകൾ. നേപ്പാൾ ഭൂമി കുലുങ്ങിയപ്പോൾ ഇവിടെ കൊച്ചി കുലുങ്ങി എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. നേപ്പാളിൽ ഭൂമി കുലുങ്ങിയപ്പോൾ കൊച്ചി നഗരം കുലുങ്ങി. ഒരു മഹാരാജ്യം അതിനിടയ്ക്കുണ്ടായിരുന്നു എന്ന്. പ്രകൃതിക്ക് അതൊന്നും വലിയ ദൂരമല്ല. വലിയ വലിയ 24 വീലുള്ള ട്രക്കുകൾക്ക് സഞ്ചരിക്കാൻ പാറക്കൂട്ടങ്ങളെയും ചുമന്നുകൊണ്ട് മലകളിടിച്ച് നിരത്തിക്കൊണ്ട് ആ ട്രക്കുകൾ ഇങ്ങോട്ട് നീങ്ങി തുടങ്ങും. ആ സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ടാകുമെന്നൊക്കെ ആരാലോചിക്കുന്നു? ആർക്കറിയണം ഇതൊക്കെ? പുച്ഛമാണ് പറയുമ്പോൾ. നിങ്ങൾക്ക് എന്തറിയാം?
നിങ്ങൾ കവികൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവർ അതിനൊന്നും അർത്ഥമില്ല എന്ന് പറയുന്നു. പക്ഷേ ശാസ്ത്രജ്ഞന്മാരുടെ വാക്കുകൾ കേൾക്കൂ, മാർപ്പാപ്പയുടെ വാക്കുകൾ കേൾക്കൂ, ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് മാത്രമേ എന്നെ പോലെയുള്ളവർക്ക് പറയാനുള്ളൂ. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം എന്ന ഒരൊറ്റ വാചകത്തിൽ ഇത് ഒതുക്കിക്കളയരുത്. മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കണം, അവരുടെ ദുഃഖം മാറ്റി കൊടുക്കണം, അവർക്ക് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് തൊഴിൽ വേണം. അവർക്ക് നിങ്ങൾ എന്ത് ജീവിതമാണ് പുതിയതായി കൊടുക്കാൻ പോകുന്നത് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും അതിനോടൊപ്പം തന്നെ പ്രകൃതി കേൾക്കാൻ പോകുന്ന ഈ കഠിനമായ മുറിവുകളെ പറ്റിയും നിങ്ങൾ ബോധവാന്മാരാകണമെന്ന് മാത്രമേ എനിക്കൊരു അപേക്ഷയുള്ളൂ. ഒന്ന് മാത്രം ഒരിക്കൽ കൂടി സംപൂജ്യനായ മാർപ്പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഗാന്ധി വചസ്സുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഭൂമിയുടെ നിലവിളി കേൾക്കൂ, ദാരിദ്ര്യത്തിന്റെ നിലവിളി കേൾക്കൂ. വികസനമെന്നാൽ മാർക്കറ്റ് ഇക്കോണമിയുടെ വികസനമല്ല, അതിന്റെ ഉയർച്ചയല്ല. വികസനമെന്നാൽ അതിസമ്പന്നരെ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, കോർപ്പറേറ്റുകൾ കൂടുതൽ കൂടുതൽ തടിച്ചു വീർക്കുക എന്നുള്ളതല്ല. വികസനമെന്ന് വെച്ചാൽ ദാരിദ്ര്യത്തിന്റെ നിലവിളി നിർത്തുക എന്നുള്ളതാണ്. വികസനമെന്നാൽ ഭൂമിയെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്, ഭൂമിയെ വന്ദിക്കുക എന്നുള്ളതാണ്. ഇതിനെല്ലാം കഠിനമായ ആഘാതങ്ങൾ വരാൻ പോകുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് മാത്രം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആദരവോടെ പ്രാർത്ഥനയോടെ ഈ കൂട്ട ഉപവാസം, ഈ പ്രാർത്ഥനാ യോഗം ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. പാവപ്പെട്ടവരുടെ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ വേദനയും കണ്ണീരും ഹൃദയത്തിൽ ഒപ്പിയെടുത്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വേദന എന്നത് ഭൂമിയുടെ വേദന തന്നെയാണെന്ന് നമ്മൾ ഉദ്ബോധിച്ചുകൊണ്ട് ഈ പദ്ധതി മൂലം നമുക്കുണ്ടാവുന്ന പ്രത്യാഘാതങ്ങള് അതിന് ശക്തിയുക്തം പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അഭിസംബോധന ചെയ്ത് ഈ ഉപവാസമരം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സൂര്യകുമാർ ടീച്ചറിന് ഈ വൈദികരുടെ സന്യസ്തരുടെയും കൂട്ടായ്മയുടെ ആദ്യമ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. സാധാരണക്കാരായ ജനങ്ങളെ പരിരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് പ്രധാനമായും നമ്മുടെ നാടിന് വേണ്ടത്. മെട്രോമാൻ എന്ന നമ്മുടെ ബഹുമാന്യനായ ഈ ശ്രീധരന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. ഏത് പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം വലിയ ദീർഘവീക്ഷണം നമ്മുടെ സർക്കാരിന് ആവശ്യമാണ്. വിഴിഞ്ഞം പദ്ധതി അത് ഉദ്ദേശിക്കുന്നത്ര പ്രയോജനം ചെയ്യുകയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസ്താവിച്ചത്. വലിയ ആഘോഷത്തോടെ, ആർപ്പുവിളികളോടെ, കൊട്ടിക്കലാശത്തോടെ തുടങ്ങിയ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഇന്ന് ഊർദ്ധശ്വാസം വലിക്കുന്ന സ്ഥിതിവിശേഷത്തിലെത്തിയിരിക്കുന്നു. ഇപ്പം നാടിൻ്റെ വികസനമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു സംസ്ഥാനത്തിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും വളർച്ചയെ അടിസ്ഥാനപ്പെടുത്തിയാണ് എങ്കിൽ കുറെ കൂടി ദീർഘവീക്ഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രധാനമായും സർക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പുനർചിന്തനം ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. ആ വികസനം നടത്തുമ്പോൾ ആ പ്രദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരായ ഒറ്റപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന, ജീവിക്കുവാൻ ബുദ്ധിമുട്ടുന്ന, ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോട് കൂട്ടിയിടിച്ച് മുഖമിടിച്ച് വീഴുന്ന സാധാരണക്കാരായ ആളുകളുടെ നിലനിൽപ്പ് കൂടി കണക്കിലെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. നമ്മുടെ ഈ പ്രാർത്ഥന, ഈ ഉപവാസം അധികാരികളായ ആളുകളുടെ കണ്ണുകൾ തുറപ്പിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാവിധ നന്മകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിഴിഞ്ഞം പദ്ധതിയുടെ ഇരയാകാൻ പോകുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, വിഴിഞ്ഞം പോലുള്ള നിരവധി പദ്ധതികൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണഭോക്താക്കള്, അതിലൂടെ പ്രയോജനം നേടിയെടുക്കുന്ന ആളുകൾ സമൂഹത്തിലെ വിരലിലെണ്ണാവുന്ന കുറച്ചാളുകൾ മാത്രമാവുകയും ഒരുപാട് ആളുകൾ ഇത്തരം വികസന പദ്ധതികൾ മുഖേന പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ലോകത്ത് ഇന്നുണ്ട്, നമ്മുടെ സംസ്ഥാനത്തും ഉണ്ട് എന്ന് നമ്മൾ കാണുന്നു, മനസ്സിലാക്കുന്നു. ഏതൊരു വികസന പ്രവർത്തനവും പ്രകൃതിയെ, ചുറ്റുപാടിനെ, അതല്ലെങ്കിൽ പരിസ്ഥിതിയെ പരിഗണിച്ചുകൊണ്ടുള്ളതായിരിക്കണം. ഭരണകൂടത്തിന്റെ മുമ്പിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നത് അവർക്കും ജീവിക്കേണ്ടതുണ്ട്. അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഈ കടലിനെ നശിപ്പിക്കരുത്. അവരുടെ
അന്തിയുറങ്ങുന്ന ഭവനങ്ങൾക്ക് തകരാറുണ്ടാകുന്ന രീതിയിൽ, അതല്ലെങ്കിൽ അവരുടെ താമസ സ്ഥലത്തിനോ അവരുടെ ജോലിക്കോ ഭംഗം വരുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനം ആവരുത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. ഇതാണ് ഈ സമ്മേളനം, അതല്ലെങ്കിൽ വൈദികരുടെ ഈ ഉപവാസം നമ്മോട് വിളിച്ചു പറയുന്നത്. ഈ ഉപവാസത്തിന് എല്ലാ അർത്ഥത്തിലുള്ള ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഈ ബൃഹത് പദ്ധതി വരുമ്പോൾ എന്താണ് മത്സ്യത്തൊഴിലാളികൾ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ട്? ചുരുങ്ങിയ 2 വാക്കിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. തീരക്കടൽ നികത്തിക്കൊണ്ടാണ് കപ്പലിനടുക്കാനുള്ള പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നത്. 400 ഏക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം, നമ്മുടെ പൂന്തറയുടെ ഒരു പശ്ചാത്തലം, ഒരു ഏരിയ മനസ്സിൽ കൊണ്ടുവരിക, അതിൻ്റെ എത്രയോ മടങ്ങാണ്. അത്രയും കടൽ നികത്തി ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുമ്പോൾ, ഉൾക്കടലിൽ നിന്ന് മണ്ണെടുത്ത് ഈ തീരക്കടൽ നികത്തി പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുമ്പോൾ ഈ വെള്ളം എങ്ങോട്ട് കയറും? 4000 മീറ്ററുള്ള പുലിമുട്ട്, അതായത് വിഴിഞ്ഞത്തിൻ്റെ തെക്ക് സൈഡിൽ നിന്ന് അങ്ങോട്ട് പുല്ലുള വരെ ഉള്ള ഒരു 4000 മീറ്റർ വരുന്ന പുലിമുട്ട് നിർമ്മിക്കുമ്പോൾ ശക്തമായ തിരയുടെ ആ അടി അത് പിന്നോട്ട് വരുമ്പോൾ അത് എങ്ങോട്ടാണ് കയറുന്നത്? തീർച്ചയായും നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ ശാസ്ത്രീയമായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദഗ്ധരുടെ പഠനത്തിൽ തെളിയുന്നതാണ്. നമ്മൾ പല ചർച്ചകൾക്കും ഞാൻ പങ്കെടുത്തു. സർക്കാരിൻ്റെ തന്നെ പഠനം നടത്തുന്ന പല ഏജൻസികളുടെയും ചില സാമൂഹ്യ ശാസ്ത്രജ്ഞർ തുറന്നു പറഞ്ഞു, ഈ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളി സമൂഹം പാടെ അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടി വരും. ഈ തീരം നഷ്ടപ്പെട്ടതിൻ്റെ കാരണം 1971 നിർമ്മിക്കപ്പെട്ട നമ്മുടെ മത്സ്യബന്ധന തുറമുഖമാണ് കാരണം. വിഴിഞ്ഞത്ത് നിർമ്മിക്കപ്പെട്ട മത്സ്യബന്ധന തുറമുഖം, വിഴിഞ്ഞ ഫിഷിംഗ് ഹാർബറിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ തുറസായി കിടക്കുന്ന ഇവിടെ അകത്തോട്ട് കുഴിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ മലയാണ്, കുന്നുകളാണ്. അപ്പോൾ അവിടെ അത് ചെയ്യാതെ ഈ കടൽ തന്നെ നികത്തിയാണ് പുതിയ തുറമുഖം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എൻജിനീയറിംഗ് പ്ലാൻ അനുസരിച്ചാണ്. ഇങ്ങനെയാണ് അവർ ഇത് ഒന്നാം ഘട്ടത്തിൽ ഇത്രയും ഇങ്ങനെ കെട്ടി, ഇതിൻ്റെ നീളമാണ് 3180 മീറ്റർ ഒന്നാം ഘട്ടത്തിലെ പുലിമുട്ടിൻ്റെ നീളം. അപ്പോൾ ഇങ്ങനെ 3180 മീറ്റർ നീളത്തിൽ പുലിമുട്ട് നിർമ്മിച്ച് കപ്പലുകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന ഒരു കൃത്രിമ തുറമുഖമാണ് വിഴിഞ്ഞത്ത് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 36 ഹെക്ടർ ഭൂമി കടല് ഈ കണ്ടെയ്നറുകളും മറ്റും വയ്ക്കാൻ വേണ്ടി നികത്തും. അതുപോലെ ടെർമിനലിനും റെയിലിനും വേണ്ടിയിട്ട് വേറൊരു 30 ഹെക്ടർ കടൽ നികത്തും. അങ്ങനെ 66 ഹെക്ടർ കടലാണ്. അതുപോലെ ഡ്രെഡ്ജിങ് നടത്തി ആഴം കൂട്ടേണ്ടി വരുമെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 30% ഈ കപ്പൽ ചാനലിൽ കൂട്ടേണ്ടി വരും. തുറമുഖത്തിനകത്ത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 15% ഡ്രെഡ്ജ് ചെയ്ത് കൂട്ടേണ്ടി വരുമെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടിവിടെയാണ് വലിയൊരു പുലിമുട്ട് കെട്ടി തുറമുഖം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ അതിങ്ങനെ കെട്ടിയാൽ ഈ തുറമുഖം തന്നെ, ഉള്ള മൈൻപിടുത്ത തുറമുഖം തന്നെ നശിച്ചു പോകും, ഇവിടുന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയാതാകുമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നുണ്ട്. അവരെഴുതി വെച്ചതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതാണ് വിഴിഞ്ഞത്തെ ഇപ്പോഴത്തെ വടക്കേ പുലിമുട്ടിൻ്റെ ആ ഭാഗത്ത് തിരയടിക്കുമ്പോൾ സംഭവിക്കുന്ന ഇതാണ്. ഇനിയിപ്പോൾ വിഴിഞ്ഞം
പുതിയ വാണിജ്യ തുറമുഖത്ത് ഇതിനേക്കാൾ വലിയത് കെട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ വിഴിഞ്ഞം തുറമുഖത്തിന് മുമ്പിൽ അവിടുത്തെ നമ്മുടെ വള്ളങ്ങൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന സ്ഥലത്ത് ഈ മാതിരിയുള്ള ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള കടൽക്ഷോഭം പ്രക്ഷുബ്ധമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ഒരു കടൽ വിഴിഞ്ഞത്തെ ഫിഷിംഗ് തുറമുഖം തന്നെ ഇല്ലാതാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇമാതിരിയുള്ള ഒരു ഇതിനെ നേരിട്ടുകൊണ്ട് കടലിലേക്ക് പോകാനും വരാനും കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. തീരത്തെയും ഇതിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെയും നമുക്ക് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ച് ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തുവാൻ പറഞ്ഞിട്ടും ഒരിടത്തിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ പഠനത്തിൽ വളരെ വ്യക്തമാക്കുന്നുണ്ട്, കടൽ തീരത്തിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ടൈഡൽ വേവ്സ്, കൂടുതൽ ഉയരത്തിൽ തിരമാലകൾ അടിക്കുന്ന ഒരു റെഡ് മാർക്ക് ഏരിയയാണ് പനത്തുറ പൂന്തറ. ഏറ്റവും കൂടുതൽ തിരമാലകൾ വന്ന് അടിക്കുന്ന ഒരു സ്ഥലമായിരിക്കും പൂന്തറ പനത്തുറ ഈ ഏരിയ. അപ്പോൾ ഈ ഏരിയകൾക്ക് ഇത് വീണ്ടും കടൽക്ഷോഭം കൂടുതൽ ഉണ്ടായിരിക്കും എന്നുള്ളത് അവരുടെ പഠന റിപ്പോർട്ട് തന്നെ വളരെ വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ പഠന റിപ്പോർട്ട് ഇങ്ങനെ വ്യക്തമാക്കുമ്പോൾ ഇതിന് പരിഹാരം എന്തെന്നുള്ളത് ഒരേ 3 വർഷം കൊണ്ട് ചോദിക്കുമ്പോഴും ഈ ചോദ്യത്തിന് മറുപടി നൽകാതെ അവർ തങ്ങളുടെ പഠനത്തിൻ്റെ ഒരു ആവർത്തിയും അത് പൂർത്തീകരിക്കുവാനും ഈ പദ്ധതി നടപ്പിലാക്കുവാനുമുള്ള ശ്രമങ്ങളാണ് പല ദിക്കിലും നടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല, ഞാൻ കാണുന്നത് നമ്മൾ ഇവിടെ നിന്നെല്ലാം സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഓടുന്ന ഒരിതാണ്. അത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കണം. ഒരു പദ്ധതിയിലോട്ട് നമുക്ക് തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. നന്ദി. അന്താരാഷ്ട്ര തുറമുഖം വന്നു കഴിഞ്ഞാൽ പൂന്തറ നിവാസികളെ മാത്രമായിരിക്കില്ല അത് ബാധിക്കാൻ പോകുന്നത്. അങ്ങ് ഏറ്റവും കുറഞ്ഞത് തുമ്പ വരെയുള്ള പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ ഇത് പ്രതികൂലം ബാധിക്കും, കര കാർന്നു പോകും. ഇവർ പറയുന്നതനുസരിച്ച് നിരന്തരം ഈ തുറമുഖത്തേക്ക് കപ്പൽ വരികയാണെങ്കിൽ അടിമലത്തറ മുതൽ പൂവാറ് വരെയുള്ള ആളുകൾക്ക് ആ പ്രദേശത്തെ മത്സ്യബന്ധനത്തിനുള്ള അവസരം നിഷേധിക്കപ്പെടും. ഈ കപ്പലുകളെല്ലാം വരാൻ പോകുന്നത് പൂവാറ് തമിഴ്നാട് പ്രദേശത്തുകൂടി കറങ്ങി ഈ ഓരം ചേർന്നായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അടിമലത്തറ മുതൽ പൂവാറ് വരെയുള്ള ആളുകളുടെ പണിയൊക്കെ ഇല്ലാതാകാൻ പോവുകയാണ്. സമരപ്രഖ്യാപനം. തീരദേശവാസികളുടെ ആശങ്കകൾ കണക്കിലെടുക്കാതെ വിഴിഞ്ഞം വാണിജ്യ തുറമുഖ പദ്ധതി നടപ്പാക്കാനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ നടപടിയിൽ ഇന്ന് പൂന്തറയിൽ നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ തീരദേശവാസികളുടെ പ്രതിനിധി സമ്മേളനം ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. കേരള ഗവൺമെൻറ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതിയുടെ പ്ലാൻ അതേ രൂപത്തിൽ നടപ്പിലാക്കിയാൽ 3 വലിയ പ്രത്യാഘാതങ്ങൾ സംഭവിക്കുമെന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഒന്നാമതായി 4 കിലോമീറ്റർ വരെ നീളം വരുന്ന പുലിമുട്ട് നിർമ്മിക്കുകയാണെങ്കിൽ വിഴിഞ്ഞത്തിന് വടക്ക് പനത്തുറ മുതൽ വേളി വരെയുള്ള തീരപ്രദേശത്ത് വസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ വീടുകളും സ്കൂളുകൾ, ദേവാലയങ്ങൾ തുടങ്ങിയ പൊതു സംവിധാനങ്ങളും കടലെടുത്ത് നശിക്കുമെന്ന് ഉറപ്പാണ്. രണ്ടാമതായി, ഈ പദ്ധതി ഈ രൂപത്തിൽ നടപ്പിലാക്കിയാൽ വിഴിഞ്ഞത്ത് നിലവിലുള്ള മീൻപിടുത്ത തുറമുഖം നശിച്ചു പോകും. അങ്ങനെ അത് ജില്ലയിലെ മുഴുവൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെയും തൊഴിലിനെ ഗുരുതരമായി ബാധിക്കും. മൂന്നാമതായി, വിഴിഞ്ഞത്തിന് തെക്ക് അടിമലത്തറ മുതൽ പൂവാർ വരെയുള്ള തീരദേശ ഗ്രാമങ്ങളിൽ വസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മീൻപിടുത്തം ഈ പദ്ധതി കാരണം അസാധ്യമാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഈ ആശങ്കകൾ കണക്കിലെടുത്ത് മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാതെ വിഴിഞ്ഞം വാണിജ്യ തുറമുഖ പദ്ധതിയുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകരുതെന്ന് ഈ സമ്മേളനം കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ തീരദേശവാസികൾ സമര പരിപാടിയുമായി മുന്നോട്ട് പോകുവാൻ ഈ സമ്മേളനം തീരുമാനിക്കുന്നു. അവസാനമായി, വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉയർത്തുന്ന ആശങ്കകൾ ചൂണ്ടിക്കാണിച്ച് ഹരിത ട്രൈബ്യൂണൽ മുൻപാകെ ഹർജി നൽകിയവർക്ക് ഈ സമ്മേളനം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ശ്രീമാൻ പി ക്രിസ്റ്റഫർ പൂന്തറ, ശ്രീമാൻ ജെ വിൽഫ്രഡ് കൊച്ചുപുറ,
ശ്രീമാൻ ആന്റോ ഏലിയാസ് വലിയവേലി, ശ്രീമാൻ മഹദ്ദാദ് ഭീമാപള്ളി,